dear students. അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും റെഡി ആയിട്ട് എത്തിയിട്ടുണ്ടാവും അല്ലേ? ഹായ് തേജ. Hello my dear students. അപ്പോൾ ഹലോ. യെസ്. അപ്പോൾ ഇവിടെ വരിയായി പഠനമൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും വെൽക്കം ടു ബ്രില്യൻറ്റ് ട്യൂഷൻ ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th നാളെ നിങ്ങൾക്ക് അറിയാം ഫിസിക്സിൻ്റെ എക്സാം ആണ്. എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സമയമില്ല അല്ലേ? പിന്നെയുള്ള ചെറിയ സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ ശരത് സാറും ബേസിൽ സാറും ഒക്കെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 ചാപ്റ്ററായി പെൻഡിങ് ഉള്ളൂ. ആ 3 ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കും. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ. ഹായ് ജ്യോതി. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ദി ഫസ്റ്റ് ചാപ്റ്റർ ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ 9th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ അപവർത്തനം, അതുപോലെ സൗണ്ട്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട്, ശബ്ദം, പിന്നെ അതിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, എനർജി, പവർ. ഓക്കെ, അത് 3 ചാപ്റ്ററാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കണ്ടായിരുന്നോ? കണ്ടു കഴിഞ്ഞു എല്ലാവരും? ഇനി കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണണം. ഓക്കെ, നമുക്കിനി ഒട്ടും സമയം കളയാനില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും അതെടുത്ത് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ചാപ്റ്ററാണ്, അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് അല്ലേ? കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൺലി അല്ലേ? നമ്മൾ ഈ ഒരു പാർട്ടിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോൺസെപ്റ്റ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നതില്ല, പകരം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നാളെ എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് അല്ല ക്വസ്റ്റ്യൻ ആണല്ലേ ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും പറയാം. അപ്പോൾ എല്ലാവരും റെഡിയാണോ? Yes. Hi Safa. Okay, so let's get started. So the first question is, what are the conditions of refraction? അപവർത്തനം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലേ? വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് റിഫ്രാക്ഷൻ? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താ? റിഫ്രാക്ഷൻ ആണ്, അപവർത്തനാണ്. എങ്കിൽ പറഞ്ഞേ, അപവർത്തനം സംഭവിക്കാൻ അല്ലെ റിഫ്രാക്ഷൻ സംഭവിക്കാൻ ആവശ്യമുള്ള കണ്ടീഷൻസ് എന്താണ്? ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് റിഫ്രാക്ഷൻ? when light travel from one medium to another, നമ്മുടെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ what happen? It slightly bends. So that bending of light when traveling from one medium to another is known as what? Refraction. അല്ലേ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇതെന്താണ്? നമ്മുടെ മീഡിയം 1 ആണ്. ഫസ്റ്റ് മീഡിയം 1. This is medium 2. Now just imagine a light is traveling from first medium to second medium. Light എങ്ങനെ പോകണമായിരുന്നു? should pass like this straight line അല്ലേ? ബട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? അത് ഒരു സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്യുന്നത് കാണാം. സോ ആ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറ, വാട്ട് ആർ ദ കണ്ടീഷൻ നീഡഡ് ഫോർ ദാറ്റ്? ഈ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം? സാന പറഞ്ഞിട്ടുണ്ട്. മിസ് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് സാന നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ചാപ്റ്ററിലെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. യെസ്, വെരി ഗുഡ്. ഡിഫറെൻറ്റ് മീഡിയം വേണമല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ലൈറ്റ് ഷുഡ് ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് മീഡിയം. എന്താ പറയുന്നത്? നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യണം? മീഡിയം അല്ലെ മാധ്യമം മാറണം അല്ലേ? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോഴല്ലേ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ? Light should travel from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യണം. അഥവാ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? സോ എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? സ്ലാൻഡഡ് ലൈൻ. യെസ് സാന, അഗെയിൻ സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ലൈറ്റ് റേ എന്തായിരിക്കണം? ഒബ്ലിക്വലി ഇതുപോലെ ചെരിഞ്ഞ് പതിക്കണം. ജസ്റ്റ് ഇമേജിൻ 2 മീഡിയം ഉണ്ട്, പക്ഷേ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെയാണ് വന്ന് പതിക്കുന്നത്. എങ്കിൽ എന്താ സംഭവിക്കുക? റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് പകരം ലൈറ്റ് എന്ത് ചെയ്യും? നോർമലി പാസ് ചെയ്തു പോകും. അപ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഒബ്ലിക്വലി തന്നെ അഥവാ നമ്മുടെ ചെരിഞ്ഞ രീതിയിൽ ലൈറ്റ് വന്ന് പതിക്കണം. അല്ലെ ഇൻസിഡൻറ്റ് റേ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് സ്ട്രൈക്ക് ഒബ്ലിക്വലി. സോ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണ്? Light should incident or light should fall. We can write light
should fall obliquely. അത് എന്ന് വെച്ചാൽ എന്താ, ചെരിഞ്ഞ് പതിക്കണം. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ആണ്. റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താ, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അത് ചെരിഞ്ഞ് പതിക്കണം അല്ലേ, ലൈറ്റ് ഷുഡ് ഫോൾ ഒബ്ലിക്വലി. ഇനി പറ, എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, ജ്യോതി ഒന്ന് കമൻറ്റ് ചെയ്തേ, എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? ലൈറ്റിൻ്റെ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. നമ്മൾ മീഡിയം വണ്ണിലെ ലൈറ്റിൻ്റെ സ്പീഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എയർ ആണെന്ന് വിചാരിക്കാം, സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത്, രണ്ടാമത്തെ മാധ്യമം എന്ന് പറയുന്നത് വാട്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പം എയറിലുള്ള നമ്മുടെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ സ്പീഡ്, വേഗത, അതുപോലെ സെക്കൻഡ് മീഡിയത്തിലെ മീഡിയം 2, സോ ദിസ് ഇസ് മീഡിയം 2ലുള്ള ലൈറ്റിൻ്റെ സ്പീഡും തമ്മിൽ എന്താ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പം മാധ്യമത്തിലല്ലേ മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡിലെ ഡിഫറൻസ് കൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്താ, ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. വെരി ഗുഡ്. സോ ദർ ഷുഡ് ബി ഡിഫറൻസ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. അതുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. Okay, so next question, if the refractive index of a diamond is 2.52, what is the speed of that light passes through it? അപ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അപ്പം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നിട്ടുള്ളത് 2.42. അപ്പോൾ എന്താണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മുടെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 2.42 തന്നിട്ടുള്ളത്, എങ്കിൽ ഗ്ലാസിൻ്റെ സെയിം ആയിരിക്കുമോ? പോട്ടെ, വാട്ടറിൻ്റെ സെയിം ആയിരിക്കുമോ? ഇല്ല. നമ്മൾ മീഡിയം മാറുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? യെസ്, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ദി ഫാക്ടർ വിച്ച് എഫക്ട്സ് ദി എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ അല്ലേ. അപവർത്തനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദി ratio of speed of light in vacuum. അഥവാ നമ്മുടെ ലൈറ്റിൻ്റെ വേഗത, എവിടെ, ശൂന്യതയിലൂടെ ലൈറ്റിൻ്റെ വേഗത, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ n ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താണ്? c ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എന്താണ്? v ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് n ഈസ് ഈക്വൽ ടു c ബൈ v. ഓക്കെ, ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ? ആദ്യം പറഞ്ഞേ, n ഈസ് ഈക്വൽ ടു c ബൈ v. c എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് v ഈസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് ഗിവൺ മീഡിയം. അപ്പോൾ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഫോർ വാട്ട്? ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. അപ്പം n ആണ്, n ഓഫ് ഡയമണ്ട് അല്ലേ. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 2.42. ഇനി സിയുടെ വാല്യൂ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആൻഡ് ദ വാല്യൂ ഓഫ് സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സിയുടെ വാല്യൂ നമുക്കറിയാം, കോൺസ്റ്റൻ്റ് ആണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറിയില്ലേ? യെസ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് കമൻറ്റ് ചെയ്തേ യെസ്. എങ്കിൽ നമ്മുടെ ഇക്വേഷൻ അറിയാം, n ഈസ് ഈക്വൽ ടു c ബൈ v ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിച്ച് പാസസ് ത്രൂ ഇറ്റ്. ഇപ്പോൾ നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട് ആണ് നമ്മൾ കാണേണ്ടത്, v ആണ് കാണേണ്ടത്. എങ്കിൽ n ഈസ് ഈക്വൽ ടു c ബൈ വിയിൽ നിന്ന് vനെ ഞാൻ LHSലേക്ക് കൊണ്ടുവന്ന v ഈസ് ഈക്വൽ ടു എന്താണ്? c ബൈ n ആണ്. സോ c ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ n-ൻ്റെ വാല്യൂ എന്താണ്? 2.42. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1.25. സോ 1.25 × 10⁸ ആണ് നമ്മുടെ എന്താണ്? സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂണിറ്റ് എഴുതണം, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ അല്ലേ, ന്യൂമറിക്കൽസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആരോ? ഓക്കെ, ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഫൈനൽ ആൻസറിൻ്റെ യൂണിറ്റ്സ് എഴുതാൻ മറന്നു പോകരുത്. സോ ആൻസർ എത്ര കിട്ടും? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എത്ര പേർക്ക് കിട്ടി? എല്ലാവർക്കും കിട്ടിയോ?
ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇക്വേഷൻ എന്താണ്? n is equal to c by v. c എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, v വെലോസിറ്റി ത്രൂ ദാറ്റ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ബൈ ഹാർട്ട് പഠിക്കണമെന്ന് അല്ലേ? അപ്പം ചില വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് 1.33. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതുപോലെ ഗ്ലാസിൻ്റെ കേസ് ആണെങ്കിൽ എത്രയാണ്? 1.5 ആണ്. ഡയമണ്ടിൻ്റെ കേസിൽ എത്രയാണ്? 2.41. എയർ ആണെങ്കിൽ 1.01. ഓക്കെ, എയറിൻ്റെ കേസിലാണെങ്കിൽ 1. അപ്പോൾ ഈ 4 വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, ഇപ്പോൾ പല മെറ്റീരിയലിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട. സന കിട്ടിയിട്ടുണ്ട് അല്ലേ? 1.25. അബൈ കിട്ടിയിട്ടുണ്ട്, വെരി ഗുഡ്. സോ 1.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ പോയിക്കൂടെ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിക്കേ. ഓൺലൈനിലുള്ള എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? അറേഞ്ച് ദ മീഡിയം വാട്ടർ, ഡയമണ്ട്, ഗ്ലാസ്, എയർ. നമുക്ക് 4 മീഡിയം തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് വാട്ടർ ആണ്, ഡയമണ്ട് ആണ്, ഗ്ലാസ് ആൻഡ് എയർ. ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ്. അതായത് പ്രകാശ വേഗത കുറഞ്ഞതിൽ നിന്ന് കൂടിയ ക്രമത്തിൽ താഴെ പറയുന്നവയെ നമ്മൾ ക്രമീകരിക്കണം അല്ലേ? നമുക്ക് 4 മീഡിയം തന്നിട്ടുണ്ട്. ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ് യെസ് യെസ്. എത്ര പേർക്ക് കിട്ടി? ഒന്ന് കമൻറ്റ് ചെയ്ത്. എല്ലാവർക്കും കിട്ടിയോ? യെസ്. ഇതിൽ ഏറ്റവും വേഗത ഏതിലായിരിക്കും? ഡയമണ്ടിലാണോ, വാട്ടറിലാണോ, ഗ്ലാസ്സിലാണോ, എയറിലാണോ? ഏറ്റവും കൂടുതൽ വേഗത എയറിലായിരിക്കും അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി മാക്സിമം ഇൻ എയർ, then comes water, then comes glass and then comes diamond. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കുറവ് ഏതിലായിരിക്കും? ഡയമണ്ടിലായിരിക്കും. ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി തന്നിട്ടുള്ള 4 എണ്ണത്തിൽ ഡയമണ്ടിലായിരിക്കും നമ്മുടെ പ്രകാശത്തിൻ്റെ വേഗത അല്ലെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? എയറിലായിരിക്കും. ഇനി ഞാൻ ചോദിക്കാം, ഇതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? അതൊന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇതിൽ നമുക്ക് 4 മീഡിയം തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള 4 മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിലായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏത് മീഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഇൻക്രീസിങ് ഓർഡറിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഏത് എഴുതും? ചെറുതുനിന്ന് വലുതിലേക്കാണ് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ഏതിലായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് എയറിലായിരിക്കും. അത് കഴിഞ്ഞാൽ വാട്ടറിലായിരിക്കും. അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് കം ഡയമണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഡയമണ്ടിലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് എയറിലാണ്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് വരികയാണെങ്കിൽ, സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നേരെ തിരിച്ചാണ് അല്ലേ? എയറിന് സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് മാക്സിമം ഇൻ എയർ. അത് കഴിഞ്ഞിട്ടാണ് വാട്ടർ, അത് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് വരുന്നത്, അതും കഴിഞ്ഞിട്ടാണ് ഡയമണ്ട് വരുന്നത്. ഈ 2 റിലേഷൻ അഥവാ ഈ 2 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? എന്താണ് ഇവർ തമ്മിൽ? എയർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് സന, വെരി ഗുഡ് അബൈ. അപ്പം ഈ 2 റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തേത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരുന്നു. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സോ സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവും തമ്മിലൊരു റിലേഷൻ നമുക്ക് ഇതിലൂടെ കണ്ടെത്തിക്കൂടെ? എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയാണ് ചെയ്യുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലായിരിക്കാണ് ഡയമണ്ടിനാണ്. പക്ഷേ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? ഏറ്റവും കുറവ് ഏതിനാണ്? ഡയമണ്ടിനാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, when light travels through a single medium, the path of light will be straight line. Why? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാത നേർരേഖയിലായിരിക്കും. എന്തുകൊണ്ടാണത്? പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാത നേർരേഖയിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ റിഫ്രാക്ഷൻ? അപവർത്തനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങൾ മാറുന്നേരം ഓരോ മാധ്യമത്തിലും പ്രകാശത്തിൻ്റെ വേഗത എന്താണ്? ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? ഡിഫറൻ്റ് ആണ്. പെയറിലൊരു സ്പീഡാണെങ്കിൽ വാട്ടറിലൊരു സ്പീഡാണ്, ഗ്ലാസ്സിലൊരു സ്പീഡാണ്. എന്നാൽ നമ്മുടെ മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, when light travels through single medium ആണല്ലേ, മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ഒരു മിറർ, ഞാനൊരു മിറർ എടുത്തു, അതിലേക്കൊരു ലൈറ്റ് റേ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് മീഡിയം മാറാൻ അല്ലെ മിററിലേക്ക് പോകുന്നതിന് പകരം എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മീഡിയം.
അല്ലേ? ഒരേ മീഡിയത്തിലേക്ക് അത് തിരിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? റിഫ്ലക്ഷൻ. എന്നാൽ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇതിപ്പോൾ മിററിന് പകരം ഒരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ആ ലൈറ്റ് റേ പാസ് ചെയ്തു പോകും. ഓക്കെ, സോ അവിടെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇനി മീഡിയം മാറുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. ഓൾ റൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു ദി റിഫ്രാക്റ്റഡ് റേ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം? എന്താണ് നമ്മുടെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ട്രാവൽ, വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം? അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിക്കലി ഡെൻസർ അഥവാ നമ്മുടെ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം അഥവാ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിക്കലി റെയറർ മീഡിയം. സോ അതിന് നമ്മൾ ആദ്യം എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പഠിക്കണം അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെ തന്നെ, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണത്? ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം. അതിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന മാധ്യമത്തിൻ്റെ കഴിവ്, അല്ലെ ആ മീഡിയത്തിൻ്റെ എബിലിറ്റി, അതിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, എഗെയിൻ ഞാൻ തന്നെയാണ് ഗ്ലാസ്, ഡയമണ്ട്, എയർ, ഈ മൂന്നെണ്ണത്തിനെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന് എഴുതാൻ അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏതായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഡയമണ്ട് ആണ്. ഓക്കെ, ദെൻ കംസ് ഗ്ലാസ്, ദെൻ കംസ് എയർ. അപ്പോൾ നമ്മൾ സെയിം ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഡയമണ്ടിനായിരിക്കും, പിന്നെ ഗ്ലാസ്, പിന്നെയാണ് എയർ വരുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. അബേ പറയുന്നുണ്ട് എന്താണ്? ബിക്കോസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. യെസ്, എന്തുകൊണ്ടാണത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? വെരി ഗുഡ്. ബിക്കോസ് ദർ ഈസ് നോ മീഡിയം ടു റിഫ്ലക്റ്റ്. യെസ്, വെരി ഗുഡ് സന. ഓക്കെ, എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. ഡയമണ്ട്, ഗ്ലാസ്, എയർ. എന്തുകൊണ്ടാണ്? ഏതിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഡയമണ്ടിനാണ് അല്ലേ? പിന്നീട് ഗ്ലാസ്, പിന്നീട് എയർ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോഴും സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, പറഞ്ഞോളൂ അടുത്ത ക്വസ്റ്റ്യൻ. Even after the sun has passed the western horizon and few seconds before it reaches the eastern horizon in the morning we can see sun. What is the reason? സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചതിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും സൂര്യനെ കാണാൻ സാധിക്കുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ സൂര്യൻ ശരിക്കും ഉദിക്കുന്നതിനെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2 minutes ബിഫോറും അതിനുശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും 2 minutes നമുക്ക് എന്താ സൂര്യനെ കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? എഗെയിൻ അവിടെയുള്ള റീസൺ എന്താണ്? അപവർത്തനാണ്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദ റീസൺ? വാട്ട്സ് ഹാപ്പനിങ് ദർ? സൂര്യോദയം, നമ്മൾ സൂര്യോദയം, സൂര്യ അസ്തമനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സൂര്യോദയം, സൂര്യ അസ്തമയം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ നമ്മുടെ ഹൊറൈസൺ. സോ ദിസ് ഈസ് ദ ഹൊറൈസൺ. എങ്കിൽ ഇവിടെ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂര്യോദയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സൺ അല്ലേ? ഇതാണ് നമ്മുടെ സൺ നമ്മുടെ ഹൊറൈസണിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയും സൺറൈസ് ആണ്. എന്നാൽ അത് നമ്മൾ ഹൊറൈസൺ അല്ലേ, നമ്മൾ ചക്രവാളത്തിന് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സൺസെറ്റ് ആണ്. സോ സൺറൈസും സൺസെറ്റും നമുക്കറിയാം അല്ലേ? സോ യെസ്. എങ്കിൽ ഇപ്പം നിങ്ങൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ സൺറൈസ് എന്ന് പറയണമെങ്കിൽ എന്താണ്? നമ്മുടെ സൺ ഈ ഹൊറൈസണിന് മുകളിലേക്ക് വരണം. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ആക്ച്വൽ സൺറൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറൈസണിൻ്റെ മുകളിലേക്ക് സണ്ണ് വരുമ്പോഴാണ്. എന്നാൽ ഹൊറൈസണിൻ്റെ മുകളിലേക്ക് സണ്ണ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താ? സൂര്യൻ്റെ പ്രകാശം അല്ലെ സൂര്യപ്രകാശം നമുക്ക് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ ആണ് നമ്മുടെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. വെരി ഗുഡ്. സബിത പറയുന്നുണ്ട്, സന പറയുന്നുണ്ട്. വെരി ഗുഡ്. എന്താ അതിൻ്റെ റീസൺ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. സോ എക്സാക്ട്ലി അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ഭൂമി അല്ലേ? ജസ്റ്റ് ഇമേജിൻ, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഉണ്ട് അല്ലേ? കുറേ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഇല്ലേ? ജസ്റ്റ് ഇമേജിൻ, നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോവാണ് അല്ലേ? നമ്മൾ ഭൂമിയുടെ തൊട്ട് മുകളിലായിട്ട് അല്ലെ അറ്റ്മോസ്ഫിയറിക് ലെയർ ആയിട്ട് എന്താ? ഇവിടെയൊക്കെ എയർ ഉണ്ട് അല്ലേ? ഇവിടെയുള്ള എയർ പ്രഷർ എന്താണ്? കൂടുതലാണ്.
എന്നാൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്കറിയാം എയർ പ്രഷർ എന്ത് ചെയ്യും, എയർ പ്രഷർ അല്ലേ, വായുമർദ്ദം എന്ത് ചെയ്യും, എയർ പ്രഷർ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എയർ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, എയർ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്ത് ചേഞ്ച് വരും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ നമ്മുടെ അപവർത്തനാങ്കം മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. എയർ പ്രഷർ കുറയും, ഒപ്പം നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഭൂമിയിൽ ചുറ്റുമുള്ള ലെയേഴ്സിൽ അല്ലേ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ ഞാനിവിടെ N1 എടുത്താൽ, ഇത് N2, ഇനി അടുത്ത ലെയറിൽ N3, അങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് എടുത്താൽ N1 ആയിരിക്കും കൂടുതൽ അല്ലേ, ഭൂമിക്ക് ഏറ്റവും തൊട്ട് മുകളിലായിട്ടുള്ള പാളിയിൽ എന്തായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞാലാണ് N2, അതും കഴിഞ്ഞാലാണ് N3. ഓൾറൈറ്റ്, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലായിരിക്കും ഭൂമിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള അല്ലേ. സോ ഇനി മുകളിലേക്ക്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ സംഭവിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് സണ്ണിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മുടെ സണ്ണ് അല്ലേ, നമ്മൾ സൂര്യ ഉദയം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തണം അല്ലേ. നമുക്കറിയാം സൺ റേസിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ലൈറ്റ് റേസ് എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ലൈനിലല്ലേ ട്രാവൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ്. സോ ദിസ് ഷുഡ് ട്രാവൽ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ് അല്ലേ, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് പോവേണ്ടത്. എന്നാൽ വാട്ട് ഹാപ്പൻസ് ടു അവർ ലൈറ്റ് റേ, നമ്മുടെ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ലൈറ്റ് റേ പല മീഡിയം കടന്നിട്ടാണ് അല്ലേ, പല മാധ്യമങ്ങളിലൂടെയാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈറ്റ് റേ നമ്മുടെ ഫസ്റ്റ് മീഡിയത്തിലേക്ക് എത്തി എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സോ ലൈറ്റ് റേ സ്ട്രൈക്ക്ഡ് ഹിയർ അല്ലേ, ഈ ഒരു മീഡിയത്തിലേക്ക് എത്തി. അപ്പം എന്താ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം മീഡിയം അതായത് നമ്മൾ താഴേക്ക് പോകുന്നതനുസരിച്ച് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണ് ചെയ്യുന്നത്. എങ്കിൽ ഇവിടുന്ന് വരുന്ന ഈ ലൈറ്റ് റേസിനെ സംബന്ധിച്ചിടത്തോളം എന്താ, അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മാധ്യമത്തിലേക്ക്, നമുക്ക് എന്താ പറയാം, അപവർത്തനാങ്കം കൂടിയൊരു മാധ്യമത്തിലേക്കല്ലേ പോകുന്നത്. എങ്കിൽ ഞാനിവിടെ ഒരു നോർമൽ വരക്കുകയാണെങ്കിൽ നമുക്ക് അപവർത്തനം കണ്ടെത്തിക്കൂടെ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഇതാണ് നമ്മുടെ നോർമൽ. എങ്കിൽ ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിനു മുമ്പ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, സോ ഓക്കെ, നമുക്ക് നമ്മുടെ സൺസെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് റൂള്, അതുപോലെ സെക്കൻഡ് റൂള്, തേർഡ് റൂള്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നൊക്കെ അറിയാം. ഇനി അഥവാ ഡെൻസർ മീഡിയം അല്ലേ, സാന്ദ്രത കൂടിയ മാധ്യമം, സാന്ദ്രത കുറഞ്ഞ മാധ്യമം, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം, ഇതൊക്കെ നമുക്കറിയാം. സോ നമുക്ക് റിഫ്രാക്ഷൻ്റെ 3 റൂൾസ് നമ്മൾ പഠിക്കണം, 3 ടൈപ്സ് ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ പഠിക്കണം. സോ ദിസ് ഈസ് ദി നോർമൽ. ഇനി ഫസ്റ്റ് റൂൾ അല്ലെ, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ, സോ ഇതാണ് നമ്മുടെ മീഡിയം 1, ദാറ്റ് ഈസ് എ ഡെൻസർ മീഡിയം ആൻഡ് ദിസ് ഈസ് ദി റെയറർ മീഡിയം. Okay, so light is traveling from a denser medium to rarer medium. So എന്താണ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. എങ്കിൽ when light travel from a denser medium to rarer medium, എന്ത് സംഭവിക്കും, it will move away from the normal അല്ലേ. ലൈറ്റ് റേ എങ്ങനെ ട്രാവൽ ചെയ്യണമായിരുന്നു, സോ വാട്ട് ഈസ് ദ പാത്ത് ഓഫ് ലൈറ്റ് റേ, ലൈറ്റ് റേ ഇങ്ങനെയല്ലേ പോകേണ്ടത്, ബട്ട് അതെന്ത് ചെയ്യും, ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ അല്ലേ. നമ്മുടെ ലൈറ്റ് റേ എന്താ, ഡെൻസർ സാന്ദ്രത കൂടിയ അല്ലേ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും, നോർമലിൽ നിന്ന് എവേ, ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ. സോ അതാണ് നമ്മളെ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് പോവാം. സോ സെക്കൻഡ് കണ്ടീഷൻ എന്താ, വാട്ട് ഇഫ് ലൈറ്റ് റേ ട്രാവൽ ഫ്രം റെയറർ മീഡിയം ടു denser medium, rarer medium to denser medium. ഓക്കെ, സോ സാന്ദ്രത കുറഞ്ഞൊരു മീഡിയത്തിൽ നിന്ന് സാന്ദ്രത കൂടിയൊരു അല്ലേ, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പോകുന്നത്. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ optically rarer medium to optically denser medium. So what happens here? So instead of moving away from the normal അല്ലേ, ലൈറ്റ് റേ നോർമലിൽ നിന്ന് പുറത്തേക്ക് അല്ലേ, മൂവിങ് എവേ, അതിന് പകരം എന്ത് ചെയ്യും, നോർമലിൻ്റെ അടുത്തേക്ക് വരും. സോ ലൈറ്റ് റേ വിൽ പാസ് ലൈക്ക് ദിസ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ. ഇനി തേർഡ് കണ്ടീഷൻ എന്താ, വെൻ ലൈറ്റ് റേ സ്ട്രൈക്ക് ലൈക്ക് ദിസ് അറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, നമ്മുടെ പ്രകാശരശ്മി
ഓക്കെ, നമ്മുടെ ലൈറ്റ് റേ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് 0 ഡിഗ്രി ആണെങ്കിൽ, ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ് അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 0 ആണ് എന്ന് വെച്ചാൽ എന്താ ലൈറ്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്നത് പെർപെൻഡിക്കുലർലി ആണ്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് ഒരു ഡീവിയേഷനും സംഭവിക്കാതെ അത് പാസ് ചെയ്തു പോകും. സോ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണിത്, ഓർത്ത് വെക്കുക. rarer medium to denser medium, Abhay പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ്. ത്രൂ ഡെൻസർ മീഡിയം ടു rarer medium it will deviates away from the normal. ഓക്കെ, സന പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി റൂൾസ് അറിയാം അല്ലേ, ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദി നോർമൽ. ഇനി ഫോർ എക്സാമ്പിൾ എയറിൽ നിന്ന് ഗ്ലാസ് അല്ലേ, ഇപ്പം എന്താ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദി നോർമൽ. ഇനി പെർപെൻഡിക്കുലർലി 90 ഡിഗ്രിയിൽ വന്നാൽ എന്താ, ഇറ്റ് വിൽ മൂവ് അൺഡീവിയേറ്റഡ്. എങ്കിൽ നമുക്ക് നമ്മുടെ സൺസെറ്റിലേക്ക് വരാം. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം, ഇനി ഈ ഒരു കേസ് നോക്കിക്കേ, ഇവിടെ എന്താണ്, ഇത് റെയർ മീഡിയം ആണ്. സെക്കൻഡ് കേസ് എന്താ, ഡെൻസർ മീഡിയം ആണ് അല്ലേ. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം. സോ ഇതാണ് നോർമൽ എങ്കിൽ എന്താ, ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇവിടെ നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്തു, ഞാൻ കളർ മാറ്റാം. സോ നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്തു, നോർമലിൻ്റെ അടുത്തേക്ക് അല്ലേ കുറച്ച് ബെൻഡ് ചെയ്തു. എഗെയിൻ ലൈറ്റ് റേ സ്ട്രൈക്ക്ഡ് ഹിയർ. ഇതാണ് ഇപ്പോൾ അടുത്ത അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ്. എഗെയിൻ ഇവിടെ എന്താ, ഇത് റെയർ മീഡിയം ആണ്, ഡെൻസർ മീഡിയം ആണ്. സോ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതിന് പകരം ലൈറ്റ് എന്ത് ചെയ്തു, നോർമലിനെ അടുത്തേക്കൊന്ന് ബെൻഡ് ചെയ്തു. എഗെയിൻ അടുത്തൊരു ലെയറിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, റിഫ്രാക്ഷൻ സംഭവിക്കില്ലേ. ഞാനിവിടെ നോർമൽ വരയ്ക്കുകയാണ് എങ്കിൽ 90 ഡിഗ്രി വരയ്ക്കുകയാണെങ്കിൽ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് എവിടെ നിന്ന് വരുന്നത് പോലെയാണ്, ഒന്ന് നോക്കിക്കേ. ലൈറ്റ് എന്താ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ട് കണ്ട ലൈറ്റാണ്, പക്ഷേ നമ്മൾ ഭൂമിക്ക് ചുറ്റും എന്താ കുറേ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഈ ഓരോ ലെയേഴ്സിലും ലൈറ്റ് എന്ത് ചെയ്തു, റിഫ്രാക്ട് ചെയ്തു, എഗെയിൻ റിഫ്രാക്ട് ചെയ്തു, അങ്ങനെ റിഫ്രാക്ട് ചെയ്തു ദിസ് അല്ലേ. നമ്മൾ ഈ പച്ചയിൽ കൊടുത്ത് ഇതാണ് നമ്മുടെ ലൈറ്റ് റേൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഇനി പറ, ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൺ എവിടെയായിരിക്കും, നമുക്കറിയാം ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരിക്കും നമ്മുടെ സൺ അല്ലെ, നമ്മുടെ സൂര്യൻ എവിടെയായിരിക്കും, നമ്മുടെ ഹൊറൈസൻ്റെ മുകളിലായിരിക്കും. അപ്പം ആക്ച്വലി നമ്മുടെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ല, സൂര്യൻ ഹൊറൈസൻ്റെ താഴെയാണ്. എന്നാൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഉണ്ടാകുന്നത് അല്ലേ. നമ്മളെ ഹൊറൈസണിന് മുകളിൽ അല്ലെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതായി നമുക്ക് തോന്നും. ആക്ച്വലി സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ, ഇല്ല. സോ അതിനെയാണ്, അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെ റീസൺ എന്താ, അപവർത്തനം അല്ലേ, റിഫ്രാക്ഷൻ. യെസ്, എന്തെങ്കിലും സംശയമുണ്ടോ, ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. വെരി ഗുഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ സൺ. പക്ഷെ നമുക്ക് തോന്നുന്ന ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, ആ ഒരു പൊസിഷനെയാണ് നമ്മൾ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി ചിലപ്പോൾ എക്സാമിന് ഈ ഒരു ഏർലി സൺറൈസ് അല്ലെ സൺസെറ്റ് ഇതിന് പകരം വേറെ ഒരു എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ദ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ നക്ഷത്രങ്ങൾ ആക്ച്വലി ട്വിങ്കിൾ ചെയ്യുന്നുണ്ടോ, സ്റ്റാർസ് അല്ലെ നക്ഷത്രങ്ങളെ ആക്ച്വലി ട്വിങ്കിൾ ചെയ്യുന്നുണ്ടോ, വെട്ടിത്തിളങ്ങുന്നതാണോ, അല്ല. സ്റ്റാർസ് ആക്ച്വലി ട്വിങ്കിൾ ചെയ്യാണോ ചെയ്യുന്നത്, അല്ല. എഗെയിൻ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലൈറ്റ് ഫ്രം ദ സ്റ്റാർ ഹാസ് ടു ട്രാവൽ ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടെന്ന് വിചാരിക്കാം, ഇൻ യു ആർ വാച്ചിങ് ഫ്രം ഹിയർ. ഇപ്പം നമ്മുടെ ലൈറ്റ് റേസ് അല്ലേ, നമ്മുടെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടോ, ഇല്ല. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൽ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് റിഫ്രാക്ട് ചെയ്ത് അങ്ങനെ റിഫ്രാക്ട് ചെയ്തല്ലേ ഭൂമിയിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ എത്തുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും, ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. സോ ആ ഫ്ലക്ച്വേഷൻ കാരണം നമുക്ക് എന്താ അത് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നും അല്ലേ, അതിൻ്റെ പൊസിഷനിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. സോ നമുക്കൊരു ട്വിങ്കിൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർ ഓർത്ത് വെക്കുക. ഇസ് ദി സെയിം ഇൻ സൺസെറ്റ്? യെസ് അബേ. ഇപ്പോൾ നമ്മൾ സൺസെറ്റിൻ്റെ കേസിലും സൺറൈസിൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സൺസെറ്റിൻ്റെ കേസിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതാണ് നമ്മൾ ഹൊറൈസൺ എങ്കിൽ, സൺസെറ്റിൻ്റെ കേസിലാണെങ്കിൽ സൺ ആക്ച്വലി ഇപ്പം നമ്മൾ പറഞ്ഞത് ഹൊറൈസൻ്റെ സൺറൈസിൻ്റെ കേസിലാണ് അല്ലേ. ഇവിടെയുള്ള സൺ നമ്മൾ റിഫ്രാക്ട് ചെയ്ത് വന്നു, വി സീംസ് ലൈക്ക് സൺ ഈസ് അപ്പിയർഡ് ഹിയർ
അല്ലേ? നമുക്ക് തോന്നുന്നു എന്താ ആക്ച്വലി സൺ ഇവിടെയാണുള്ളത്, ആക്ച്വൽ സൺ ഇവിടെയാണുള്ളത്, പക്ഷേ നമുക്ക് അപ്പാരൻറ്റ് സണ്ണ് ഇവിടെ അല്ലേ? നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷൻ എന്താണ്? സൺ ഈസ് ഓൾറെഡി എബവ് ദി ഹൊറൈസൺ. ഇനി സൺസെറ്റിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? സൺ ഓൾറെഡി എന്തായിട്ടുണ്ടാവും? അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഹൊറൈസണ് താഴെ പോയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ സൺലൈറ്റ് എന്ത് ചെയ്യും? We know that there is a lot of atmospheric layers like this. So ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന സൺലൈറ്റ് എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്ത് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോകുന്നതിന് പകരം അത് റിഫ്രാക്ട് ചെയ്ത് ഫൈനലി ഇറ്റ് വിൽ റീച്ചസ് എർത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കുകയാണെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഹിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. പക്ഷേ നമുക്ക് എന്താ തോന്നുന്നത്? സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഒരു 2 minutes ബിഫോർ ദി ആക്ച്വൽ സൺസെറ്റ് അല്ലേ? സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 2 minute മുമ്പ് വരെ അല്ലെ? സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് 2 minute ശേഷവും നമുക്ക് എന്ത് തോന്നും? സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന്. അപ്പം അതിൻ്റെ റീസണും എന്താണ്? റിഫ്രാക്ഷനാണ്. 8 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ 8 ചാപ്റ്റേഴ്സ് അല്ല, നമ്മൾ ഓൾറെഡി 5 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സന. അപ്പം നമ്മളതിൻ്റെ ക്ലാസ്സസ് നമ്മളെ വീഡിയോയിൽ നമ്മളെ ഈ ചാനലിലുണ്ട്. നമ്മളെ ബ്രില്യൻ പാല ക്ലാസ് 9th ചാനലിൽ നമ്മൾ ഇന്നലെ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെൻഡിങ് ഉള്ള നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 3 ചാപ്റ്റേഴ്സും ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്, ഓക്കെ. നമുക്ക് അടുത്ത അപ്പോൾ നിങ്ങൾക്ക് സൺസെറ്റിൻ്റെ കേസിലും സൺറൈസിൻ്റെ കേസിലും മാത്രമല്ല ഇനി ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ചോദിച്ചാലും സെയിം ആണ്. ഓക്കെ, എല്ലാത്തിലും വരുന്ന എന്താ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം ഗ്ലാസ് ടു എയർ ആസ് ഗിവൺ ബിലോ? ഓക്കെ, ഗിവൺ ബിലോ ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് ഗ്ലാസ്. അപ്പോൾ ഒരു ലൈറ്റ് റേ ട്രാവൽ ചെയ്യാണ് ഫ്രം ഗ്ലാസ് ടു എയർ. So just imagine this is a light ray traveling from glass to air. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് അല്ലേ? ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? മീഡിയം 1 അല്ലേ? സോ ഇതാണ് നമ്മുടെ മീഡിയം 1, ദിസ് ഇസ് ദി മീഡിയം 2. എങ്കിൽ വാട്ട് ഹാപ്പൻ ഹിയർ? സോ റിഫ്രാക്ഷൻ എന്തായാലും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും അല്ലേ? എങ്കിൽ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ഓർ അവേ ഫ്രം ദ നോർമൽ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വെൻ ഇറ്റ് ട്രാവൽ ഫ്രം മീഡിയം 1 ടു മീഡിയം 2. ഇത് ഗ്ലാസ് ആണ്, ആൻഡ് നമ്മൾ പറഞ്ഞു അല്ലേ ഗ്ലാസ് ടു എയർ ആണ്. സോ ദിസ് ഇസ് ഗ്ലാസ് ആൻഡ് ദിസ് ഇസ് എയർ. ഗ്ലാസ് ടു എയർ ആണ് ആൻഡ് ഐ എം ഡ്രോയിങ് എ നോർമൽ ഹിയർ. പെർപെൻഡിക്കുലർ വരച്ചു. ഇനി പറ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ അല്ലേ? നമ്മളെ അപവർത്തന രശ്മി റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ അതെന്ത് ചെയ്യും? ഇതിങ്ങനെ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണോ? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ ആണോ? ഒന്ന് പറഞ്ഞേ. വാട്ട് ഹാപ്പൻസ് ടു ദി റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ? നെയിം സബിത പറഞ്ഞോ. ഇറ്റ് ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ. വെരി ഗുഡ്. എന്താണ്? അബേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇറ്റ് വിൽ ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമൽ. എന്താണ്? നോർമലിന് അവേ ആയിരിക്കും അല്ലേ? സ്ട്രൈറ്റ് നമ്മൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ? ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ നോർമൽ. ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താ? ഡെൻസർ മീഡിയം ആണ്. ഡെൻസറിന്ന് റെയറിലേക്കാണ് പോകുന്നത്. സോ എന്താ? ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദി നോർമൽ. ഓൾ റൈറ്റ്. ഇനി അപ്പം ജസ്റ്റ് ഇമേജിൻ ഇപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ആംഗിൾ. സോ ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ? സോ ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. യെസ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുന്ന ആംഗിൾ. സോ നമ്മൾ ആംഗിൾ ഓഫ് സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ, ഇതാണ് നമ്മുടെ നോർമൽ ആൻഡ് ദിസ് ഇസ് ദി റിഫ്രാക്റ്റഡ് റേ. എല്ലാവർക്കും അറിയാലോ? എങ്കിൽ ഈ നോർമലിനും ഇൻസിഡൻറ്റ് റേക്കും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ എന്താണ്? ഈ നോർമലിനും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓൾറൈറ്റ്, ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ. എങ്കിൽ ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പറഞ്ഞേ. യെസ്, അപ്പോൾ എന്ത് സംഭവിക്കും? ദ ലൈറ്റ് റേ വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. ഇനി ജസ്റ്റ് ഇമേജിൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഐ എന്ന് പറയുന്ന ആംഗിൾ ഒരു 38 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഒരു 38 ഡിഗ്രിയാണ് ഞാൻ ആംഗിൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എനിക്കൊരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു ജസ്റ്റ് ഇമേജിന് ഒരു 75 മറ്റോ കിട്ടി. ഓക്കെ, സോ ഒരു എക്സ് വാല്യൂ. സോ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ഞാനിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്തിട്ടുള്ളത് 38 ഡിഗ്രി ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ഗ്ലാസിൻ്റെ കേസ് ആയതുകൊണ്ട് അല്ലേ, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഒരു 38 ഡിഗ്രി എടുത്തു. ഓക്കെ, സോ റിഫ്രാക്ഷൻ സംഭവിക്കും. ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്കൊന്നും ഒരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സെയിം വാട്ടറിൽ
സെയിം ഗ്ലാസ്സിൽ ഞാൻ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും പറയണം. ഓക്കെ, നമ്മൾ നോർമൽ വരച്ചിട്ടുണ്ട്. സോ നമുക്ക് 3 കേസസ് പഠിക്കാനുണ്ട്. എങ്കിൽ ലൈറ്റ് റേ, ഇതുപോലെ ഒരു ലൈറ്റ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ലൈറ്റ് റേ. ഇവിടെ ഞാൻ എടുത്ത ആംഗിൾ എത്രയാണ്? 38 ഡിഗ്രി ആണ്. ഞാനതിന് ഇൻക്രീസ് ചെയ്തു. എത്ര എടുത്തു? ഒരു 42 ഡിഗ്രി എടുത്തെന്ന് വിചാരിക്കാം. വാട്ട് ക്യാൻ യു സീ? ക്യാൻ എനിവൺ ടെൽ മീ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനിവിടെ 38 ഡിഗ്രി എടുത്തതിന് പകരം ആംഗിൾ കൂട്ടി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ചിത്രത്തിൽ കൂട്ടിയതുപോലെ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി മാറ്റി വരക്കാം. സോ 48. ഇപ്പം ഞാൻ 38 ഡിഗ്രിക്ക് പകരം ഒരു 42 ഡിഗ്രി എടുത്തു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാട്ട് ഹാപ്പൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഗ്ലാസിൻ്റെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ 38 എടുത്തത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാണ്, റിഫ്രാക്ഷൻ സംഭവിച്ചു അല്ലേ? ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടിയപ്പം ഒരു പോയിന്റിലെത്തിയപ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായി? ലൈറ്റ് റിഫ്രാക്ട് ചെയ്ത് പോകുന്നതിന് പകരം അതിൻ്റെ സർഫസിലൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഓക്കെ, എഗെയിൻ ഞാൻ ഇതേ ഗ്ലാസ് ലാബിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നുകൂടി കൂട്ടി. നൗ എന്താണ്? സോ ദിസ് ഇസ് എ നോർമൽ. ഇനി 42ന് പകരം ഞാനതിനെ 43 ആക്കി. സോ വാട്ട് ക്യാൻ ഐ സീ? നമ്മുടെ ലൈറ്റ് റേക്ക് പകരം അല്ലേ, നമ്മുടെ സർഫസിലൂടെ പോയ ലൈറ്റ് റേക്ക് പകരം ഈ കേസിൽ എന്തായി? ഹിയർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായി? 90 ഡിഗ്രി അല്ലേ? ഞാൻ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ 42 ആക്കിയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആയി. ഇനി ഞാൻ അതിന് എഗെയിൻ 42 പിന്നെയും കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് പകരം അത് സെയിം മീഡിയത്തിലേക്ക് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തു. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള TIR അല്ലേ? നമ്മുടെ TIR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ റേ ഫ്ലോസ് ത്രൂ ഇറ്റ് സർഫസ്. യെസ്. ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പം ആദ്യം റിഫ്രാക്ഷൻ സംഭവിച്ചു, പിന്നീട് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പോയിന്റിലെത്തിയപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായി? 90 ഡിഗ്രി ആയി മാറി അല്ലേ? നമ്മളെ പ്രതിപതന കോൺ എന്തായി? 90 ഡിഗ്രി ആയി മാറി. അപ്പം ആ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആ കറസ്പോണ്ടിങ് പതന കോണിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് ഒരു പ്രത്യേക ആംഗിളിൽ അല്ലേ, ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഞാൻ ലൈറ്റ് റേനെ ഇൻസിഡൻറ്റ് ചെയ്യിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുപോലെ റിഫ്രാക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെയും റിഫ്രാക്ഷൻ ആണ് സംഭവിച്ചത്. എന്നാൽ എന്താ? റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി. 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് സർഫസിലൂടെ ഇതുപോലെ പാസ് ചെയ്ത് പോയി അല്ലേ? സോ അങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഇൻക്രീസ്ഡ്, ദ റിഫ്രാക്റ്റഡ് റേ ജസ്റ്റ് ഗ്രേസസ് അലോങ് ദി സർഫസ് അല്ലേ, സെപ്പറേറ്റിംഗ് 2 മീഡിയം. ഇതല്ലേ ആ സർഫസ്? ആ സർഫസിലൂടെ ഇങ്ങനെ അലോങ് വിത്ത് ദ സർഫസ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്ത് പോയി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഇൻക്രീസ്ഡ് ഫർദർ ബിയോണ്ട് ദിസ്? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഞാൻ അതിലും ഇൻക്രീസ് ചെയ്തപ്പം എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷനേ സംഭവിച്ചില്ല അല്ലേ? നേരെ മറിച്ച് സെയിം മീഡിയത്തിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിത്യ വന്നിട്ടുണ്ട്. ഹായ് നിത്യ. സോ വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞേ? അബേ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇവിടെ 42 എന്നെടുത്ത് പറയാനുള്ള റീസൺ എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്താണ്? ലൈറ്റ് റേ ട്രാവൽ ഫ്രം ഗ്ലാസ് ടു എയർ. ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ്. അപ്പോൾ 42 ഡിഗ്രിയിൽ മാത്രമേ നമ്മൾ ലൈറ്റ് റേ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നതെങ്കിൽ 42 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുള്ളൂ? അത് സർഫസിലൂടെ ഇതുപോലെ പോവുള്ളൂ. അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ഉണ്ടാവണമെങ്കിൽ അല്ലെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്തായിരിക്കും? 42 ഡിഗ്രി ആയിരിക്കും. ഇനി ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 42 ഞാൻ 43 ആക്കി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ സംഭവിച്ചോ? ഇല്ല, റിഫ്രാക്ഷനേ സംഭവിച്ചില്ല. നേരെ മറിച്ച് സെയിം മീഡിയത്തിലേക്ക് അത് എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക് ചെയ്തു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. യെസ്, ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ്
നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ആണ്. യെസ്, ഗ്ലാസിൻ്റെതാണ് 42 ഡിഗ്രി. ഇനി വാട്ടറിൻ്റെ കേസ് ആണെങ്കിൽ അബേ പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് 48.6 ഡിഗ്രി ആണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് നമുക്ക് ചെറുതായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്? when ray of light enters from optically denser medium to rarer medium, what happens? The angle of refraction become 90 degree അല്ലേ? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ അറ്റ് വൺ ആംഗിൾ വാട്ട് ഹാപ്പൻ? ദിസ് ലൈറ്റ് റേ ട്രാവൽഡ് ലൈക്ക് ദിസ് അല്ലെ? റിഫ്രാക്റ്റഡ് ആംഗിൾ എന്തായി? 90 ഡിഗ്രി ആയി. ഇനി ആ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ മേലെയാണ് നമ്മുടെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും? സെയിം മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും, ഓർ ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ? ഇതിനാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ പറഞ്ഞേ, പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കേഴ്സ്, അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള കണ്ടീഷൻ. സോ വാട്ട് ആർ ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടു ഒക്കർ? നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ഒന്ന് പറഞ്ഞേ. ഡേയ്സൺ പറഞ്ഞേ. വാട്ട് ഹാപ്പൻസ്? ഒന്ന് പറഞ്ഞേ. ഇനി ഇതൊക്കെ കണ്ടീഷൻ അല്ലേ? രണ്ട് കണ്ടീഷൻസ് ആണ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? അബേ പറഞ്ഞേ. അബേ പറഞ്ഞു. യെസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. എങ്കിൽ ഒന്ന് പറഞ്ഞേ, വാട്ട് ഹാപ്പൻ? ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ നമ്മളെ പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ യെസ് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട് വെൻ ഇറ്റ് മൂവ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. വെരി ഗുഡ്. എന്താ ഒന്നാമത്തെ കണ്ടീഷൻ? ദി ലൈറ്റ് ഷുഡ് മൂവ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകണം. ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം അല്ലേ? ഫോർ എക്സാമ്പിൾ നേരത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ എന്തായിരുന്നു? ഗ്ലാസ് ലെയറിലേക്കാണ് അല്ലെ? വാട്ടർ ലെയറിലേക്കാണ്. ഇനി അതിനെ കുറിച്ച് എയർന്ന് വാട്ടറിലേക്ക്, ലെയർന്ന് ഗ്ലാസ്സിലേക്ക്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമോ? ഇല്ല. എങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ എല്ലാവരും പറഞ്ഞു. സീബാൻസ്. ഓക്കെ, പറ നിങ്ങളുടെ ഡേയ്സൺ പറ. വാട്ട് ഹാപ്പൻസ് വെൻ? സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ എന്തായിരിക്കണം? ഇൻസിഡൻറ്റ് ആംഗിൾ ഷുഡ് ബി greater than ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ് അല്ലേ? 42 ഡിഗ്രിയിൽ ക്രിട്ടിക്കൽ ആംഗിളിൽ എന്താ? ഇറ്റ് പാസ് ത്രൂ ദി സർഫസ്. എന്നാൽ 43 അല്ലെ? ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ മുകളിലായപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ രണ്ട് കണ്ടീഷൻ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം ആംഗിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ആദിത്യ പറഞ്ഞിട്ടുണ്ട്, അബേ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. അലൻ പറഞ്ഞിട്ടുണ്ട്, യെസ് വെരി ഗുഡ്. സോ ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം. രണ്ട് കണ്ടീഷനാണ്. ലൈറ്റ് എന്ത് ചെയ്യണം? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് പോകണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ചാപ്റ്റർ, നമുക്ക് ഒട്ടും സമയമില്ല, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. സോ ഡ്യൂറിങ് സമ്മർ സീസൺ ദർ സീംസ് ടു ബി വാട്ടർ ലോഗിങ് ഓൺ റോഡ്സ് അല്ലേ? ഇപ്പം നമുക്കറിയാം വേനൽക്കാലത്തിൽ ഇതുപോലെ റോഡിൽ നിങ്ങൾ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ റോഡിൽ ഇതുപോലെ റിഫ്ലക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും താഴെ വെള്ളം എന്തുകൊണ്ട്? ആക്ച്വലി വെള്ളം ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആടുജീവിതം കാണുമ്പോൾ അല്ലേ, മരുഭൂമിയിൽ വെള്ളം ഉള്ളതുപോലെ തോന്നിയിട്ട് നമ്മുടെ നായകൻ പോയി വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുന്നതും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? സോ വാട്ട്സ് ഹാപ്പനിങ് ദെയർ? അതിനെയാണ് നമ്മൾ മരുഭൂമിയിലെ മരീചിക എന്ന് പറയുന്നത്, അഥവാ മിറാഷ്. സോ എന്താണ് ഈ മിറാഷ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി അവിടെ വെള്ളം ഉണ്ടായിട്ടാണോ? ഇല്ല, അവിടെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് അല്ലേ? അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. സോ എക്സാക്ട്ലി അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇമേജിൻ നമ്മൾ വേനൽക്കാലങ്ങളിലാണ് അല്ലേ? വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിന് തൊട്ട് മുകളിലെ എന്തായിരിക്കും? വായു എന്തായിരിക്കും? വളരെ ചൂടായിരിക്കും. നമുക്കറിയാം ഭൂമി പെട്ടെന്ന് ചൂട് പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിക്ക് തൊട്ട് മുകളിലായിട്ടുള്ള വായുവിൻ്റെ പ്രത്യേകത എന്താ? ചൂട് കൂടുതലായിരിക്കും.
ഓക്കെ, ഇപ്പം നമുക്ക് ഭൂമിയാണ് ഇതെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഒരു മരമുണ്ട്. ഓക്കെ, ഇനി ഭൂമിക്ക് തൊട്ട് മുകളിലുള്ള വായു എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്താ? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്? ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ, ടെമ്പറേച്ചർ കൂടുതലാണ്, പക്ഷേ നമ്മുടെ അപവർത്തനാങ്കം അല്ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കുറവാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഇവിടെ കുറവാണ്. റൈറ്റ്. അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കേ, ജസ്റ്റ് ഇമേജിൻ ഒരു മരം ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ വഴിയരികിലായിട്ട് ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. എങ്കിൽ ആ മരത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യണം? ഓരോ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യണം. ഈ ഓരോ മീഡിയം താഴേക്ക് പോകുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ ഞാനൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കുമോ ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കുമോ? എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും അല്ലേ? സോ ഇതാണ് നോർമൽ എങ്കിൽ ഇങ്ങനെ പോകുന്നത്, അതായത് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ. ഇനി അങ്ങനെ വരുന്ന ലൈറ്റ് റേയുടെ പ്രത്യേകത എന്താ? ദിസ് ലൈറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ? ഇങ്ങനെ വന്ന് പതിക്കുന്ന ലൈറ്റ് റേൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഈ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായിരിക്കും. ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലാണ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ വാട്ട്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യും. എങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ശേഷം എന്താണ്? ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ? ലൈറ്റ് റേ അങ്ങോട്ടേക്ക് എത്തി. സോ ഇനി ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹാസ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാവില്ലേ? നമ്മുടെ മരം ഇവിടെയാണുള്ളത് എന്ന് അല്ലേ? ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഒരു വെള്ളം ഉള്ളതുപോലെ ആ വെള്ളത്തിൽ നമ്മളെ മരത്തിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുപോലെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനെയാണ് നമ്മൾ മരീചിക എന്ന് പറയുന്നത്, അഥവാ മിറാഷ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താ? എഗെയിൻ നമ്മുടെ റിഫ്രാക്ഷൻ ആണല്ലേ? മിസ് ഇന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഇന്ന് നമ്മൾ റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വർക്ക് എനർജി പവറും സൗണ്ടും പഠിക്കും. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഓൾറൈറ്റ്, യെസ്. അപ്പോൾ നമുക്ക് സമയമില്ല, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം ടു ട്രാൻസ്മിറ്റ് ലൈറ്റ് സിഗ്നൽസ്. ഇനി റിഫ്രാക്ഷൻ്റെ അപ്പോൾ റിഫ്രാക്ഷൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, സൺസെറ്റ്, സൺറൈസ് പഠിച്ചതുപോലെ തന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മിറാഷ്, മരീചിക. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? എന്താണ് യൂസ് ചെയ്യുന്നതെന്നല്ല, ഏത് പ്രിൻസിപ്പിളിലാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ? പൂർണ്ണാന്തര പ്രതിപതനത്തിലാണ്. പൂർണ്ണാന്തര പ്രതിപതനം കാരണമാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ എവിടെയൊക്കെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞേ. അഭയ് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. ഇനി എല്ലാവരും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എവിടെയൊക്കെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങളിപ്പം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി വല്ല എൻഡോസ്കോപ്പി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ട്യൂബ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ലേ? സോ അതിൻ്റെ ഉള്ളിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. പോട്ടെ, ടെലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഓക്കെ, ടെലി കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റം. ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഡസ് ദി വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഡിപ്പെൻഡ്? ഏത് പ്രിൻസിപ്പിളാണ്? ഫസ്റ്റ് ടെലി കമ്മ്യൂണിക്കേഷൻസ്. അന പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. വേറെ ആരും പറഞ്ഞില്ലേ? ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. നാനോ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്, എഗെയിൻ വെരി ഗുഡ്. നാനോ ടെക്നോളജിയിലും നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഏത് പ്രിൻസിപ്പിളാണ്? TIR ആണല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനാണ്. അടുത്തത്, വാട്ട് ഹാപ്പൻസ് വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻസൈഡ് ദ ഫൈബർ ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ? അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ? നോക്കിക്കേ, നമ്മൾ ഫിഗർ 1.2 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ്? ലൈറ്റ് റേസ് ട്രാവലിംഗ് ത്രൂ ദി ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് വാട്ട്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഇസ്ന്റ് ഇറ്റ് അല്ലേ? ഇവിടെ ലൈറ്റ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്, അഥവാ നമ്മുടെ ലൈറ്റ് മൂവ് ചെയ്യുന്നത്. യെസ്, നാനോ ടെക്നോളജി പറയുന്നുണ്ട്. ഓക്കെ, അഭയ് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിൽ വൈ ആർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് ഹൈ സ്പീഡിലാണ്.
ഹൈ സ്പീഡിലാണ്. ഓക്കെ, അതുപോലെ ഹൈ സ്പീഡിലാണ് ലോങ് ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യാൻ പറ്റും. ഹൈ സ്പീഡ് ആൻഡ് ലോങ് ഡിസ്റ്റൻസ്. ഈ ഹൈ സ്പീഡ് കാരണം ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ആ ലൈറ്റ് റേസിനെ ട്രാവൽ ചെയ്യിക്കാൻ പറ്റും. ഈ 2 റീസൺ കൊണ്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്, നിത്യ പറയുന്നുണ്ട്. നിത്യയല്ല, അലൻ. ഓക്കെ, അലൻ പറഞ്ഞു. യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ബിക്കോസ് ലൈറ്റ് റേസ് സൈമൾട്ടേനിയസ്ലി പാസ് ത്രൂ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. യെസ്, വെരി ഗുഡ്. സോ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക് എനർജി പവർ. പ്രവൃത്തിയും ഊർജ്ജവും. വർക്ക് ആൻഡ് നോട്ട് വർക്ക് എനർജി പവർ, വർക്ക് ആൻഡ് എനർജി. പവർ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? പവറും പഠിക്കാനുണ്ട്. അപ്പോൾ പ്രവൃത്തിയും ഊർജ്ജവുമാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ ഫസ്റ്റ് തന്നെ വിൽ ഡിഫൈൻ വാട്ട് ഈസ് വർക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് വർക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു. എല്ലാവരും പെട്ടെന്ന് വാ, നമുക്ക് വർക്കിലേക്ക് വരണം. നമ്മൾ ചാപ്റ്റർ മാറി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് വർക്ക്. വാട്ട് ഈസ് വർക്ക്, എന്താണ് പ്രവൃത്തി? ഇപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നു. ഹോം വർക്കാണ് അല്ലേ? അതൊരു പ്രവൃത്തിയാണോ? നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പം പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ചില കണ്ടീഷൻസ് വേണം അല്ലേ? എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഫിദീൻ ഒന്ന് പറഞ്ഞേ, വാട്ട് ഹാപ്പൻസ്, വാട്ട് ആർ ദ കണ്ടീഷൻ? നമ്മൾ വർക്ക് ചെയ്തു എന്ന് നമ്മൾ വെൻ ഇറ്റ് കംസ് ടു ഫിസിക്സ്, ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് വർക്ക് ഡൺ എന്ന് പറയണമെങ്കിൽ എന്താ? 2 കണ്ടീഷനാണുള്ളത്. വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ആൻഡ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, നമ്മളൊരു ബലം പ്രയോഗിക്കുകയാണ്. അതുപോലെ ഒപ്പം തന്നെ ഞാൻ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ എന്ത് സംഭവിക്കണം? സ്ഥാനാന്തരം സംഭവിക്കണം. ഐ ഷുഡ് അപ്ലൈ എ ഫോഴ്സ് ആൻഡ് ദർ ഷുഡ് ബി എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. എങ്കിൽ നമുക്ക് പറയാം ദ വർക്ക് ഈസ് ഡൺ അല്ലേ? അങ്ങനെയല്ലേ? യെസ്, എല്ലാവരും അടുത്ത ചാപ്റ്റർ നമ്മൾ റിഫ്രാക്ഷൻ കഴിഞ്ഞു. ഈ ചാപ്റ്റർ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും പെട്ടെന്നൊന്ന് വന്നേ. യെസ്, അപ്പോൾ നമ്മൾ എപ്പോഴാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? ഐ ഷുഡ് അപ്ലൈ എ ഫോഴ്സ്, എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ദർ ഷുഡ് ബി എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. എങ്കിൽ വർക്കിന് നമുക്കൊരു ഇക്വേഷൻ കൊടുത്തൂടെ? W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം നമ്മൾ നിങ്ങൾക്ക് ഇക്വേഷൻസിൽ എസ് കാണാം. എസ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. റൈറ്റ്, വർക്ക് എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ്. സാന പറയുന്നുണ്ട്, വെരി ഗുഡ്. ആദിത്യ, യെസ്, വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ വെൻ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ആൻഡ് ദർ ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ്. അബൈ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? യെസ്, എങ്കിൽ നമ്മൾ ഇക്വേഷൻ കൊടുത്തു, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ എ ഫോഴ്സ് ഓഫ് 50 Newton ഈസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി ഇറ്റ് ഈസ് ഡിസ്പ്ലേസ് 2 meter അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ അല്ലേ? ഇപ്പം നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. ഇനി അങ്ങോട്ട് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഇക്വേഷനൊക്കെ മനസ്സിലാവും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെൻ എ ഫോഴ്സ് ഓഫ് 50 Newton, ഒരു വസ്തുവിൽ 50 Newton ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു അല്ലേ? അപ്പം ബലം തന്നിട്ടുണ്ട് 50 Newton ആണ്. സോ ഞാൻ ആദ്യം അതെടുത്ത് എഴുതി. പിന്നീട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് 2 meter അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2 meter ആണ്. എങ്കിൽ വർക്ക് ഡൺ അല്ലേ? W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. 100 ജൂൾ പറയുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? ആദ്യത്തെ പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും കിട്ടിയില്ലേ? 50 × 2 ചെയ്തു അല്ലേ? എങ്കിൽ എന്താണ്? 100 ജൂൾ. അപ്പോൾ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഇനി ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, യെസ്, 100 ജൂൾസ് ആണ് കിട്ടിയിട്ട്. നിത്യ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കിട്ടിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വിച്ച് ഇസ് ദ സിറ്റുവേഷൻ വെർ വർക്ക് ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്? ഗിവ് എൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് വർക്ക്. ഓക്കെ, ഇനി നമുക്ക് വർക്കിന് എന്താ? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, അങ്ങനെ 3 ഡിവൈഡ് ചെയ്യാം. സോ എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക്, എന്താണ് സീറോ വർക്ക്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് പോസിറ്റീവ് വർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇവിടെ ഇതൊരു ടേബിളാണെന്ന് വിചാരിക്കാം. ടേബിളിലൊരു 50 kg മാസുള്ളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? ഞാനിവിടെ ഒരു 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ എന്ത് സംഭവിക്കും? നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ?
സോ ഇവിടെ ഒരു വർക്ക് ഒബ്ജക്റ്റ് ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തെന്ന് വിചാരിക്കാം. സോ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. സോ ഇവിടെ നടന്നിട്ടുള്ള വർക്ക് എന്താണ്, പോസിറ്റീവ് വർക്കാണ്. ഇനി ജസ്റ്റ് ഇമേജ് ടേബിൾ വേണ്ട, നമ്മൾ റോഡിലാണുള്ളത്. അപ്പോൾ ഇതുപോലൊരു വെഹിക്കിൾ ഇവിടെ ഉണ്ട്, ഓക്കെ, ഒരു കാർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് വശം എന്ന് ഇമേജിൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് എ കാർ. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് വശം. ഇതിങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ, ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ പുറകിലേക്ക്, അതായത് നമ്മുടെ വണ്ടി മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് അല്ലേ. സോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, വർക്ക് ഡൺ എന്താണ്, നെഗറ്റീവാണ്. ബിക്കോസ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ, ഇല്ല, നേരെ മറിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടി എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ വർക്ക് ഡൺ എന്താണ്, നെഗറ്റീവാണ്. ഇനി ലാസ്റ്റ് കേസ് സീറോ വർക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ട് നമുക്ക് സീറോ വർക്കിലേക്ക് പോവാം. മാംഗോ ഈസ് ഫോളിംഗ് ഒക്കെ പറയുന്നുണ്ട്. പോസിറ്റീവ് വർക്ക് വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. സന പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് സന. ഇനി എങ്കിൽ നോക്കിക്കേ, എങ്കിൽ പറ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ 3 കണ്ടീഷൻ, അതിന് എല്ലാവരും ഇതൊന്ന് കമൻറ്റ് ചെയ്തേ. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഈ 3 കേസിലും പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, സീറോ ഏതാണ്. സീറോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ഫസ്റ്റ് കേസ് നോക്കാം. ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലേ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. സോ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ വി ത്രോ എ സ്റ്റോൺ അപ്പ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു സ്റ്റോൺ ഉണ്ട് അല്ലേ, ഞാൻ ഈ സ്റ്റോണിനെ മുകളിലേക്ക് എറിയാണ്. അപ്പം ഞാനൊരു ബലം കൊടുക്കണ്ടേ അല്ലേ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ബലത്തിൻ്റെ ഡയറക്ഷൻ എന്താണ്, മുകളിലേക്കല്ലേ. സോ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ഇനി നമ്മുടെ കല്ല് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, കല്ലും പോയിട്ടുള്ള എങ്ങോട്ടാണ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, മുകളിലേക്കാണ്. സോ ഇവിടെ വർക്ക് ഡൺ എന്തായിരിക്കും, ഇവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ചെയ്യുന്ന ഫോഴ്സ്, ഗ്രാവിറ്റി ചെയ്യുന്ന വർക്കാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, മുകളിലേക്കാണ്. അതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ വൺ മോർ. ഇതാണ് നമ്മുടെ കല്ല് അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, മുകളിലേക്കാണ്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി കല്ലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, താഴേക്കല്ലേ. ഗ്രാവിറ്റി എപ്പോഴും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, ഗ്രാവിറ്റേഷണൽ പുൾ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും, ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് എർത്ത് അല്ലേ. അപ്പം നമ്മൾ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഗ്രാവിറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അല്ലേ. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. രണ്ടും രണ്ട് ഡയറക്ഷനിലല്ലേ, ഓപ്പോസിറ്റ് അല്ലേ. സോ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് വർക്കാണ്. ഇനി സെക്കൻഡ് കേസിൽ വി ആർ അപ്ലൈങ് എ ഫോഴ്സ് ഹിയർ. The work done on the stone by the applied force. Work done on the stone by the applied force. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. ഇനി നമുക്കറിയാം നമ്മുടെ സ്റ്റോൺ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്. നമ്മളോട് ചോദിക്കുന്ന വർക്ക് ഡൺ ബൈ ദ സ്റ്റോൺ, വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് അല്ലേ. അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. ഓക്കെ, ഈ ഫസ്റ്റ് കേസിൽ നമ്മളോട് ചോദിച്ചില്ലേ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്കാണ്. ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് താഴോട്ടേക്കാണ്, പക്ഷെ നമ്മളെ ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, നമ്മളെ കല്ല് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർമ്മിച്ചാൽ മതി, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, താഴേക്കാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത് എങ്ങോട്ടാണ് നോക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ നെഗറ്റീവ് വർക്ക്. സെക്കൻഡ് കേസിൽ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, കല്ലും മുകളിലേക്കാണ്. സോ ഇവിടെ എന്താണ്, പോസിറ്റീവ് വർക്ക്. എങ്കിൽ തേർഡ് കേസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് കേസ് പോസിറ്റീവ് വർക്ക് പറഞ്ഞിട്ടുണ്ട്, ആദിത്യ പറഞ്ഞിട്ടുണ്ട്, സന പറഞ്ഞിട്ടുണ്ട്, ഫിത്തിൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് എല്ലാവരും പറ്റുന്നുണ്ട് അല്ലേ. എങ്കിൽ തേർഡ് കേസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനറ്റ് ഫോൾസ് ഡൗൺ. ഒരു കോക്കനറ്റ് താഴേക്ക് വീഴുകയാണ് അല്ലേ. എങ്കിൽ ജസ്റ്റ് ഇമേജിൻ ദർ ഇസ് എ കോക്കനറ്റ് ട്രീ, താഴേക്ക് വീഴുകയാണ്. എങ്കിൽ താഴേക്ക് വീഴുമ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നമ്മളോട് ചോദിക്കുന്നത് ഗ്രാവിറ്റി ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടി, താഴേക്കാണ്.
ഇനി കോക്കനറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാ? കോക്കനറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്താ? വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ഓക്കെ, ഇനി എങ്കിൽ നമുക്ക് സീറോ വർക്ക് പഠിക്കണ്ടേ? സീറോ വർക്ക് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ഇമേജിൻ ഒരാൾ, ജസ്റ്റ് ഇമേജിൻ എ മാൻ ഈസ് ക്യാരിങ് എ ഹെവി വെയ്റ്റ് ഇൻ ഹിസ് ഹെഡ് അല്ലേ? ഒരു ഹെവി വെയ്റ്റ് തലയിൽ വെച്ചുകൊണ്ട് ഒരാളിങ്ങനെ നടന്നു പോവാണെന്ന് വിചാരിക്കുക അല്ലേ? അപ്പോൾ ഇയാൾ അപ്ലൈ ചെയ്യുന്നത് അത്രയും വെയിറ്റുള്ളൊരു സാധനം എടുത്ത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ അല്ലേ? ഈ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഈ ഒബ്ജക്റ്റിനെ മുകളിലേക്കല്ലേ? മുകളിലേക്ക് ഒരു ഇപ്പം ഞാനൊരു ഒബ്ജക്റ്റിനെ എടുത്ത് പൊന്തിക്കുന്ന നേരം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് അല്ലേ? സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. എന്നാൽ ഇയാൾ നടന്നു പോകുന്നത് ഇങ്ങോട്ടേക്കല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ അല്ലെ, അതിൻ്റെ ഇടയിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിയാണ്. സോ ഈ ഒരു കേസിൽ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. സോ ജസ്റ്റ് ഓർത്ത് നോക്കുക, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ നോക്കുക. ഇനി ഇതേ ആൾ തന്നെ ഒരു സ്റ്റെപ്പ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതേ ആൾ തന്നെ ഇതേ വെയിറ്റും കൊണ്ട് എന്താണ്? സ്റ്റെപ്സ് കയറുകയാണ് എങ്കിൽ അങ്ങനെ അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് നമ്മൾ മുകളിലേക്ക് പൊക്കണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ് അല്ലേ? എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഈ കേസിൽ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? ലെഫ്റ്റിലേക്കാണ്. സോ ഈ കേസിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലെ സ്റ്റെപ്പാണ് കയറുന്നത് അല്ലേ? മുകളിലേക്ക് പോവാണ്. സോ ഒബ്ജക്റ്റും മുകളിലേക്ക് പോകുന്നുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. എങ്കിൽ ഇവിടെ എന്താണ്? പോസിറ്റീവ് വർക്കാണ്. സ്റ്റെപ്പ് കയറുന്ന കേസാണ് പോസിറ്റീവ് വർക്കാണ്. എന്നാൽ ഒരു നിരപ്പായ തറയിലൂടെ ഒരു പ്ലെയിൻ റോഡിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? 0 വർക്കാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണെന്നോ പറയാൻ പറ്റും. ഓക്കെ, യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് വെദർ ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി. ഇത് നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ബോയ് കണ്ടിന്യൂസ്ലി അപ്ലൈ 10 Newton ഫോഴ്സ് ഓൺ എ മാസ് ഓഫ് 50 kg lying on a flat floor and it is displaced to 8 meters along the direction of force. If the frictional force experienced on the brick is 4 Newton, what is the work done by the boy? Calculate the work done by the frictional force. What is the work done against the gravity? Okay, അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, എല്ലാവരും ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ എ ഒന്ന് നോക്കിക്കേ. നമ്മളോട് ചോദിക്കുന്നത് എന്താ? ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തേണ്ടത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതണം അല്ലേ? എ ബോയ് കണ്ടിന്യൂസ്ലി അപ്ലൈ 10 Newton ഫോഴ്സ് ഓൺ എ ബ്രിക്ക് ഓഫ് മാസ് 5 kg. ജസ്റ്റ് ഇമേജിൻ, ഇതാണ് നമ്മുടെ ബ്രിക്കിൻ്റെ വെയിറ്റ് എത്രയാണ്? മാസ് തന്നിട്ടുണ്ട് 5 kg ആണ്. എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്? 10 Newton ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. Now and it's kept on a flat floor and is displaced to 8 meter. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പം അതെന്തായി? അതൊരു 8 meter അല്ലേ? 8 meter മൂവ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. പിന്നെ പറയുന്നത് എന്താ? ഇഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബ്രിക്ക് ഈസ് 4 Newton. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫോഴ്സ് ഒപ്പോസിങ് ദി ആക്ച്വൽ മോഷൻ ഓഫ് ദ ബോഡി അല്ലേ? ഇപ്പോൾ ഞാനിവിടെ ഒരു 10 Newton കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെയും ഫ്ലോറിൻ്റെ ഇടയിൽ ആ ഒരു മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ഏതായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് പറയുന്നത്? 4 Newton ആണ്. സോ 4 Newton. ഓൾറൈറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദി ബോയ്? വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 10 Newton. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 8 meter ആണ് പോയിട്ടുള്ളത്. എങ്കിൽ എത്രയായിരിക്കും ആൻസർ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 80 joule. എത്ര പേർക്ക് 80 joule കിട്ടി? ഒന്ന് നോക്കിക്കേ. 80 joule കിട്ടുന്നുണ്ടോ? 80 joule കിട്ടി. അബേക്ക് മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? യെസ്, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള ഏതാണ്? നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിൻ്റെതാണ്. ഇനി കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. എഗെയിൻ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 4 Newton ആണ്. നൗ ഫ്രിക്ഷണൽ ഫോഴ്സിന് എന്തുണ്ട്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് അല്ലേ?
സോ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ. സോ വി ഷുഡ് ടേക്ക് -4 ന്യൂട്ടൺ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? സെയിം 8 മീറ്റർ ആണ്. സോ -8 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ജൂൾ. ഓക്കെ, സോ -32 ആവശ്യമില്ല, 32 ജൂൾ. ഓൾറൈറ്റ്, അപ്പോൾ എത്ര പേർക്ക് കിട്ടി? 32 ജൂൾ കിട്ടിയോ? 32 ജൂൾ. സന കിട്ടി, നിറ്റ്, അലൻ കിട്ടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, എങ്കിൽ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം. നമ്മുടെ ഫോഴ്സ് ആക്ടിങ് എഗനിസ്റ്റ് ദി ഗ്രാവിറ്റി. ഫോഴ്സ് ആക്ടിങ് എഗനിസ്റ്റ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണത്തിനെതിരായി നമ്മൾ, ഫോഴ്സ് അല്ല, വർക്ക് ഡൺ എഗനിസ്റ്റ് ഗ്രാവിറ്റി, നമ്മൾ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി. നമുക്കറിയാം, ജസ്റ്റ് ഇമേജിൻ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, ഇതുപോലെയുള്ള വലിയ വലിയ കണ്ടെയ്നർ എടുത്ത് പൊന്തിക്കുന്ന കാണുന്നില്ലേ? അപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു കണ്ടെയ്നറിനെ എടുത്ത് പൊക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണ്ടേ അല്ലേ? ഇപ്പം നമ്മളെ കണ്ടെയ്നറിനെ ഒരു എച്ച് ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പം അത്രയും ഹൈറ്റിലേക്ക് ഉയർത്തണമെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. ഈ വർക്കിൻ്റെ പ്രത്യേകത എന്താ? ദിസ് വർക്ക് ഈസ് ഡൺ എഗനിസ്റ്റ് ദി ഗ്രാവിറ്റി അല്ലേ? ഇപ്പോൾ ഈ കണ്ടെയ്നർ ഒരു 100 ടൺ വെയിറ്റ് ഉണ്ടെങ്കിൽ, ആ 100 ടൺ വെയിറ്റ് മാസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഭൂമിയിലേക്ക് പുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റീനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടല്ലേ ഇത്രയും ഹൈറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് W ഈസ് ഈക്വൽ ടു mgh. ഇതിൽ m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, g എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്ക് ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അബേവ് വന്നിട്ടുണ്ട്, വെരി ഗുഡ്. ചിലപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? 10 തരും. ടേക്ക് g ഈസ് ഈക്വൽ ടു 10. അങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾ 10 തന്നെ എടുക്കണം. ഓക്കെ, സോ ഇവിടെ h എന്താണ്? എത്ര ഹൈറ്റിലേക്കാണ് നമ്മളത് ഉയർത്തിയിട്ടുള്ളത്. സോ അതാണ് h. സോ W ഈസ് ഈക്വൽ ടു mgh. So this is very important. W is equal to mgh. Okay. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? ഓക്കെ, ഇപ്പം നമ്മുടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ കേസൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എനർജീൻ്റെ പാർട്ട് അല്ലേ? ഇപ്പോൾ പ്രവൃത്തിയുടെ പാർട്ട് നമ്മൾ ഏകദേശം കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ എനർജിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? അബൈ പറഞ്ഞിട്ട് W is equal to mgh. വെരി ഗുഡ്. ആദിത്യ പറഞ്ഞിട്ടുണ്ട്, സന പറഞ്ഞിട്ടുണ്ട്, ഫിത്തിൻ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. സോ W is equal to mgh. ഓക്കെ, W is equal to mgh കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എനർജിയിലേക്ക് പോവാം. അപ്പോൾ ഫുൾ എനർജിയോടെ നമുക്ക് എനർജിയിലേക്ക് പോവാം. സോ വി ക്യാൻ ഡിവൈഡ് എനർജി. എനർജി എന്താണ്? ആദ്യം എനർജി എന്താണെന്ന് പറയണ്ടേ? എനർജി എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് അല്ലേ? ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എനർജി വേണം. എങ്കിൽ നമുക്ക് ഈ എനർജീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി. എന്താണ്? മെക്കാനിക്കൽ എനർജി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൈനറ്റിക്. മെക്കാനിക്കൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് മെക്കാനിക്കൽ എനർജി കഴിഞ്ഞ് നമ്മൾ അടുത്ത എനർജിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മെക്കാനിക്കൽ എനർജീനെ നമ്മൾ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെയാണത്? മെക്കാനിക്കൽ എനർജി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓൾ റൈറ്റ്, മെക്കാനിക്കൽ എനർജി നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഓൾ റൈറ്റ്, യെസ്. ഇനി കൈനറ്റിക് എത്രമാത്രം പോരാ. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എനർജീനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും ഡിവൈഡ് ചെയ്തു. എങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഗതികോർജം. കൈനറ്റിക് എനർജി എന്താ? ഗതികോർജം. സോ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? സ്ഥിതികോർജം. സോ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. ഈ മെക്കാനിക്കൽ എനർജീനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. കൈനറ്റിക് എനർജിക്ക് ഇനി നമ്മൾ ഇക്വേഷൻ പഠിക്കണം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വാട്ട്? ഹാഫ് mv². ഓൾ റൈറ്റ്, ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് mv². ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എഗെയിൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെ? സ്ഥിതികോർജം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത്. ഒന്ന് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാരണം, ഒന്ന് അതിൻ്റെ കോൺഫിഗറേഷൻ കാരണം. സോ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം കാരണം, എവിടെയാണോ അതുള്ളത്. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. സോ മെക്കാനിക്കൽ എനർജി, ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ആരാണ് പറയുന്നത്? അബൈ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സോ മെക്കാനിക്കൽ എനർജീനെ കൈനറ്റിക് എനർജി, ഗതികോർജം എന്ന് വെച്ചാൽ എന്താ? അഥവാ മൂവ്മെൻറ്റ് കൊണ്ട്, ചലനം കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പൊസിഷൻ
അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാമിൽ കെട്ടി നിൽക്കുന്ന ജലം അല്ലേ, ഒരു നമുക്കറിയാം ഡാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടർ ഒരു ഹൈറ്റിലല്ലേ അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തുണ്ട്, അതിനൊരു എനർജി ഉണ്ട് അല്ലേ. ആ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ആ ഡാമിൻ്റെ വെള്ളം ഞാൻ ഷട്ടർ തുറന്നു വിട്ടു, അപ്പോൾ എന്ത് സംഭവിക്കും, ആ വെള്ളം ഒഴുകി വരും അല്ലേ. ഹൈ സ്പീഡിലല്ലേ വരുന്നത്, ഹൈ എനർജിയിലല്ലേ വരുന്നത്. അവിടെ എന്താ സംഭവിച്ചത്, ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറിൽ എന്ത് എനർജിയാണുള്ളത്, കൈനറ്റിക് എനർജിയാണുള്ളത്. ഓക്കെ, ഇനി ഈ എനർജീനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതെടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യും. അതിന് മുമ്പ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ഓഫ് എൻ ഒബ്ജെക്ട് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഓക്കെ, കൈനറ്റിക് എനർജിയിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എപ്പോഴൊക്കെ, ഒന്നാമത്തെ കേസിൽ മാസ് ഡബിൾ ചെയ്യുമ്പോഴും സ്പീഡ് ഡബിൾ ചെയ്യുമ്പോഴും. ഓക്കെ, കൈനറ്റിക് എനർജി, അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചു, ഇസ് എനർജി ഡ്യൂ ടു ദ മോഷൻ അല്ലേ, മൂവ്മെൻറ്റ് കൊണ്ടാണ് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. ഈ കൈനറ്റിക് എനർജിയിലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, വെൻ മാസ് ഇസ് ഡബിൾഡ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് വരും, സ്പീഡ് ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് വരും. ഓക്കെ, അതെല്ലാവരും ഒന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് ആണ് വരുന്നത്. ഫസ്റ്റ് എ കേസിൽ എന്താ പറയുന്നത്, സ്പീഡ് മാസ് ഇസ് ഡബിൾഡ് അല്ലേ, എന്ന് വെച്ചാൽ മാസ് എം എന്താക്കി, ഡബിളാക്കി, 2m ആക്കി. അതിന് നമ്മൾ ആദ്യം കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ പഠിക്കണം. എന്താണ് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എന്താ, ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ എഗൈൻസ്റ്റ് ദി ഗ്രാവിറ്റി അല്ലേ, അപ്പോൾ അത് mgh തന്നെയാണ്. സോ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ആണിത്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഇനി ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഇനി കൈനറ്റിക് എനർജി ഡാഷ് എന്താണ്, ഈ എമ്മിനെ 2m ആക്കി. സോ ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു എമ്മിനെ പകരം 2m എഴുതി, 2m ഇൻറ്റു v². എങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജീനെ എന്താക്കി തന്നെ എഴുതാം, പുതിയ കൈനറ്റിക് എനർജീനെയാണ് ഞാൻ KE ഡാഷ് ഇട്ട് ചെയ്തത്. അതായത് പുതിയ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ, എമ്മിനെ 2m ആക്കിയപ്പോൾ മാസ് ഡബിൾ ചെയ്തപ്പോൾ. സോ എന്തായി, ഈ ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു v². ഇതുവേണേൽ നമുക്ക് കട്ട് ചെയ്ത് പോവാം. കട്ട് ചെയ്യുന്നതിന് പകരം ഈ 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള ഏതാണ്, ഹാഫ് ഉണ്ട്, എം ഉണ്ട്, v² ഉണ്ട്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ, കൈനറ്റിക് എനർജീൻ്റെ ഡബിൾ ആയി അല്ലേ. 2 ഇൻറ്റു ഹാഫ് mv². ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ 2 ഇൻറ്റു ഹാഫ് mv² എന്ന് വെച്ചാൽ ഡബിൾ ആയി. സോ നമുക്ക് എന്ത് പറയാം, മാസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഡബിൾസ്. ഇഫ് മാസ് ഈസ് ഡബിൾ കൈനറ്റിക് എനർജി ഡബിൾസ്. ഓക്കെ, നമ്മുടെ മാസ് ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയും ഡബിൾ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. സോ ബി പാർട്ടിൽ എന്താ ചോദിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് ഇഫ് സ്പീഡ് ഈസ് ഡബിൾഡ്. വി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, വിനെ ഞാൻ 2v ആക്കി കഴിഞ്ഞാൽ അല്ലേ, ഹാഫ് mv². കൈനറ്റിക് എനർജി ഓൾസോ ഗെറ്റ് ഡബിൾഡ്. ആദിത്യ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് ആദിത്യ. സോ എങ്കിൽ പറ, കൈനറ്റിക് v 2v ആവുകയാണെങ്കിൽ അഥവാ നമ്മുടെ സ്പീഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ത് മാറ്റാൻ വരിക. അപ്പോൾ ഈ ഹാഫ് mvയിൽ m എന്താണെന്നറിയാലോ, മാസാണ്, v എന്താണ്, സ്പീഡാണ്. ഓക്കെ, സോ v ആണ് ഡബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും, KE ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആയിരുന്നു. അപ്പം പുതിയ കൈനറ്റിക് എനർജിനെ ഞാൻ KE ഡാഷ് എഴുതി. എങ്കിൽ ഹാഫ് ഇൻറ്റു മാസിനൊരു മാറ്റവും ഇല്ല, v എന്തായി, 2v ആയി. സ്ക്വയർ ഹോൾ സ്ക്വയർ ആണല്ലേ. 2v, വിനെ 2v ആക്കുമ്പോൾ എന്താ, അത് മൊത്തത്തിന് നമ്മൾ ആ ബ്രാക്കറ്റ് ഇടണം. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു എമ്മിനൊരു മാറ്റവും ഇല്ല, 2² എന്താണ്, 4 ആണ്, 4v². എങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ഡാഷ് എന്താക്കി എഴുതാം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 4 ഇൻറ്റു v². ഞാൻ ഈ 4നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു ബാക്കി എന്താ, ഹാഫ് mv². ഹാഫ് mv². അപ്പോൾ എന്താ, ഹാഫ് mv² നമുക്ക് ഓൾറെഡി അറിയാം കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഹാഫ് mv² എന്ന് വെച്ചാൽ എന്താ, 4 ഇരട്ടിയായി അല്ലേ. സ്പീഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ബിക്കം 4 ടൈംസ് അല്ലേ, 4 ഇരട്ടിയായി മാറും. നമ്മൾ സ്പീഡ് വിനെ ഡബിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്തായി മാറും, 4 ടൈം ആയി മാറും അല്ലേ. ഓക്കെ, യെസ്. ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ, അബേയ് പറഞ്ഞിട്ടുണ്ട് സ്പീഡ് ഡബിൾ കൈനറ്റിക് എനർജി ബിക്കം 4 ടൈംസ്. വെരി ഗുഡ്. ആദിത്യ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പോൾ എന്താണ്, കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും അല്ലേ. യെസ്. ഇനി ചിലപ്പോൾ എക്സാമിന് ഡബിൾ ചെയ്യുന്നതിന് പകരം ട്രിപ്പിൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും, വീക്ക്, ഇപ്പോൾ v ട്രിപ്പിൾ ചെയ്യും, വെലോസിറ്റി ട്രിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ വിക്ക് പകരം എന്ത് കൊടുക്കണം, 3v കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 3²
3v ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 3 സ്ക്വയർ എന്താ 9 ആയി. അപ്പോൾ ഇവിടെ എന്ത് പുറത്തേക്ക് എടുക്കുന്നത് 9 ആയിരിക്കും. അപ്പോൾ 9 ടൈംസ് 9 ഇരട്ടിയായി മാറും. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി ഇസ് എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. ഒന്നുകിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ. ഒരു മരത്തിൻ്റെ ഒരു തേങ്ങ അല്ലേ, തെങ്ങിൻ്റെ മുകളിലുള്ള ഒരു തേങ്ങ, അതിന് എനർജി ഉണ്ടോ? ഓഫ് കോഴ്സ് എനർജി ഉണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ എന്ത് സംഭവിക്കുമോ? ഈ പൊട്ടൻഷ്യൽ നമ്മുടെ കോക്കനറ്റ് പൊസസ് ചെയ്യുന്ന എനർജി ഏതായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് മനസ്സിലായി, കാരണം ഈ കേസിലെല്ലാം മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അതിൻ്റെ പൊസിഷൻ കൊണ്ടും ഒന്ന് അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ടും. സോ ഫസ്റ്റ് കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡ്യൂ ടു ദ പൊസിഷൻ, കാരണം അത് അത്രയും ഹൈറ്റിലല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കൊണ്ടാണ്. ഇതേ കോക്കനറ്റിനെ നമ്മൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ എനർജി ഉണ്ടാവുമോ? ഇല്ല. സോ പൊസിഷൻ കൊണ്ടുള്ള എനർജിയാണത്. സോ energy possessed by a coconut on a tree is due to it is the potential energy due to position. ഇനി സ്പ്രിങ്ങിൻ്റെ കേസിൽ എന്താ? സ്പ്രിങ്ങിനെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ടാണ് സ്പ്രിങ്ങിൽ എനർജി വരുന്നത്. സോ ദിസ് ഇസ് ഡ്യൂ ടു ദി കോൺഫിഗറേഷൻ. എങ്കിൽ എനർജി പൊസസ്ഡ് ബൈ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക് ആണെങ്കിലും ശരി, ഡാമിൽ സ്റ്റോർ ചെയ്ത വാട്ടർ ആണെങ്കിലും ശരി, അതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു ഹൈറ്റിലല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പൊസിഷൻ. ആ പൊസിഷൻ കൊണ്ടാണ്. ഇനി അടുത്ത കേസ്, എനർജി ഇൻ ദ പോൾ ഡ്യൂ ടു ദ ബെൻഡിങ് ഡ്യൂറിങ് പോൾ വോൾട്ട്. പോൾ വോൾട്ടിലെ ഏത് എനർജിയിലാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ചാടാൻ പറ്റുന്നത്? നമ്മൾ പോൾ വോൾട്ട് ബെൻഡ് ചെയ്തപ്പോൾ, പോൾ വോൾട്ടിന് എന്താ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തപ്പോൾ, അതിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ളൊരു എനർജി അല്ലേ, ടു റീഗെയിൻ ദി ഒറിജിനൽ ഷേപ്പ്. സോ ഇവിടെ എന്താ? എനർജി പൊസസ്ഡ് ഡ്യൂ ടു ദി കോൺഫിഗറേഷൻ. സോ ഇത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ തന്നെ ടൈപ്പാണ്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ്, now what form of energy does a freely falling body possess? Identify the transformation of energy during the fall. Yes, energy transformation. നമുക്ക് energy transformation പഠിക്കണം. So what form of energy does a freely falling body possess? ഒരു freely boarding possess. ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. വൈ ഒക്കെ ചോദിക്കണ്ടല്ലോ. എന്താണ്? എന്ത് സംശയമുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ടൈപ്പ് ചെയ്തോ. ഓക്കെ, യെസ്. സോ എന്താണ്? വാട്ട് ഫോം ഓഫ് എനർജി ഡസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി പോസസ്? ഒരു ഫ്രീലി ഫോളിംഗ്, ജസ്റ്റ് ഇമേജിൻ ഒരു കോക്കനറ്റ് വീഴാണ്, ഫ്രീലി ഫോളിംഗ് കോക്കനറ്റ്. സോ വാട്ട് ആർ ദ എനർജി പോസസ്ഡ് ബൈ ദാറ്റ് കോക്കനറ്റ്? അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അവിടെ എന്തുണ്ടായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. അത് മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. സോ നമ്മുടെ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. സ്വതന്ത്രമായി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, സ്ഥിതികോർജ്ജം ഉണ്ട്, ഗതികോർജ്ജം ഉണ്ട് അല്ലേ. എങ്കിൽ എ സ്റ്റോൺ ഓഫ് മാസ് 5 kg, മാസ് തന്നിട്ടുണ്ട് 5 kg, ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 10 meter. ഹൈറ്റ് തന്നിട്ടുണ്ട് 10 meter ഫ്രം ദ ഗ്രൗണ്ട്. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. നമ്മളോട് പൊട്ടൻഷ്യൽ എനർജി കാണാനാണ് ചോദിക്കുന്നത്. എങ്കിൽ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. അലൻ പറഞ്ഞേ, എന്താണ് ഇതിൻ്റെ ആൻസർ? പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? P is equal to mgh. ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്താണ്? m is 5 kg. g എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ക്വസ്റ്റ്യനിൽ 10 എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ 10 എടുക്കാം. സോ 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 10 meter ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 5 × 10 × 10 500 ജൂൾ ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോ ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഓഫ് 10 meter. സോ പൊട്ടൻഷ്യൽ എനർജി കാണുന്നത് നമ്മൾ പഠിച്ചു. P equal to mgh ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓൾറൈറ്റ്. Now, in all our domestic electrical devices, energy in one form is converted to another form. Find out the energy conversion in the following devices. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസസിൽ 490 ജൂൾ പറഞ്ഞിട്ടുണ്ട്. അത് 9.8 എടുത്തപ്പോൾ കിട്ടിയതായിരിക്കും അല്ലേ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഇപ്പോൾ നമ്മൾ 10 എടുത്തു. നമ്മൾ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽസ് ഈസി ആക്കാൻ നമ്മൾ 10 എടുത്തു. സോ 500 ജൂൾ. ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, സോ എങ്കിൽ in all our domestic electric devices, energy in one frame is converted to another frame. അല്ലെ, നമ്മൾ ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസസ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ TV ആവട്ടെ, ഫാന്, ഫ്രിഡ്ജ്, ഇതിലൊക്കെ നമ്മൾ ഏത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയല്ലേ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് എനർജീനെ നമ്മൾ വേറെ മറ്റ് പല ഫോംസിലേക്കും കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് നോക്കിക്കേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ബൾബിൽ എന്താ സംഭവിക്കുന്നത്?
ഇലക്ട്രിക്കൽ ബൾബിൽ നമ്മൾ ബൾബിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രിക്കൽ എനർജി ബൾബ് കത്തുമ്പോൾ അത് എന്തായി മാറുന്നു? ലൈറ്റ് എനർജിയായി മാറുന്നു. ലൈറ്റ് എനർജീൻ്റെ കൂടെ തന്നെ മറ്റൊരു എനർജി ഉണ്ട്. ഏതാണ്? ഹീറ്റ് എനർജി. ബൾബ് കത്തുമ്പോൾ ഒരു ചൂടുണ്ടാവുന്നില്ലേ ചുറ്റും? സോ ഇലക്ട്രിക്കൽ എനർജി, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജി. ഇപ്പം ഞാൻ ഇങ്ങനെ ഷോർട്ടായി എഴുതുന്നത് ഓർത്ത് വെക്കുക. ഇലക്ട്രിക്കൽ എനർജിയാണ് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു അല്ലേ? സോ വൈദ്യുത മോട്ടർ, ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസ്, ഇതിൻ്റെ 4 കേസ് എല്ലാവരും ഒന്ന് എഴുതി, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജിയാണ് എന്തായി മാറുന്നത്? ഇലക്ട്രിക് മോട്ടർ കറങ്ങണമെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയില്ലേ മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് അത് മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. വൈദ്യുത ജനറേറ്ററിൻ്റെ കേസിൽ ജനറേറ്ററിന് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡാമിൻ്റെ കേസ് പറഞ്ഞു അല്ലേ? ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അല്ലേ? ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളത്തിന് ഏത് എനർജിയാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഡാം തുറന്നു വിടുമ്പോൾ എന്താ? അത് കൈനറ്റിക് എനർജിയായി മാറും. ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? കൈനറ്റിക് എനർജീനെ മെക്കാനിക്കൽ എനർജിയായി മാറും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു, ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? മെക്കാനിക്കൽ എനർജി. അവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ജനറേറ്ററിൻ്റെ കേസിൽ. ഇനി അയൺ ബോക്സിൻ്റെ കേസിൽ എന്താ? അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയിലാണ്. അപ്പോൾ എന്തായി മാറുന്നു? അത് ഹീറ്റ് എനർജിയായി മാറുന്നു. ഇനി ഫാനിൻ്റെ കേസിൽ എന്താ? എഗെയിൻ ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഫാന് ലീഫ് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? സോ മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. സോ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? എനർജി കൺവേർഷൻസ്, അഥവാ നമുക്ക് എന്ത് പറയാം? നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? ഊർജ പരിവർത്തനം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എനർജി കൺവേർഷനാണ് സംഭവിക്കുന്നത്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. അപ്പം നമ്മൾ പഠിച്ചു എനർജി എന്താ? എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? എങ്കിൽ എനർജീനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് എനർജീനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എനർജീനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? എനർജീനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? നോ, എനർജി ക്യാൻ neither be created nor be destroyed. It can only be converted from one form to another. അല്ലേ? ഊർജ്ജത്തിനെ നമുക്ക് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാണ് അല്ലേ? കൺവേർഷനാണ് ചെയ്യുന്നത്. സോ ഈ കേസിലൊക്കെ നമ്മൾ ഇലക്ട്രിക് എനർജീനെ ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും അതുപോലെ മെക്കാനിക്കൽ എനർജി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രിക് എനർജീനെ നമുക്ക് ഏതെങ്കിലും എനർജീനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക, ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇലക്ട്രിക് എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ നമ്മൾ ഇലക്ട്രിക് എനർജി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ജലം അല്ലേ? ഇപ്പം നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണെങ്കിൽ എന്താണ്? ആ ജലത്തിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സ്ഥിതികോർജ്ജം ഉണ്ട്. അതിനെ നമ്മൾ ഗതികോർജ്ജമായി മാറ്റുന്നു. ഗതികോർജ്ജം മെക്കാനിക്കൽ എനർജിയായി മാറ്റുന്നു. പിന്നെയാണ് നമ്മൾ ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എനർജി ക്യാൻ neither be created nor be destroyed. ഓക്കെ, അപ്പോൾ അബയ് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് അബയ്. യെസ്, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല? എന്തെങ്കിലും സംശയം ഉണ്ടോ? കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? ഇലക്ട്രിക് എനർജി ക്യാൻ neither be created nor be destroyed. So that is nothing but law of conservation of energy, ഊർജ്ജ സംരക്ഷണ നിയമം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് പാർട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ടിൻ്റെ ചെറിയൊരു പാർട്ട്, സൗണ്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് പോകണം. സോ ഡിഫൈൻ പവർ, വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? എന്താ നമ്മളോട് പറയുന്നത്? പവർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം അല്ലേ? വാട്ട് ഈസ് പവർ? പവറിനൊരു ഇക്വേഷനും കൂടി പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് പവർ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ. ഇപ്പം എത്ര പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ നമ്മൾ ചെയ്ത വർക്ക്, അതിനെയാണ് പവർ എന്ന് പറയുന്നത്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. P is equal to W by T. ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചോദിക്കും? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, എങ്കിൽ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. 90% തീർന്നു, ഇനി 10% ഉള്ളൂ. പറ, എന്താണ് പവറിൻ്റെ യൂണിറ്റ്? വാട്ട്സ് ആണ് അല്ലേ? യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട്സ്.
So a stone kept at a height of 100 meter possessed 200 joule of potential energy and is allowed to fall freely. Find out the location at which kinetic energy and potential energy become equal. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എ സ്റ്റോൺ കെപ്റ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 100 മീറ്റർ. ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് 100 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട് അല്ലേ? ഈ സ്റ്റോൺ എന്താ സംഭവിക്കുന്നത്? at a height of 100 meter possessed 200 joule of energy. ഇവിടെ എനർജി തന്നിട്ടുണ്ട് എന്താണ്? 200 joule ആണ്. It is allowed to fall down. താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ നമ്മളോട് ചോദിച്ചില്ല കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ബിക്കം ഈക്വൽ. എവിടെയായിരിക്കും അത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്നത്? ജസ്റ്റ് ഇമേജിൻ ഞാൻ ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ വെക്കുകയാണെങ്കിൽ ഹൈറ്റിലല്ലേ ഉള്ളത്, നമുക്ക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ അറിയില്ലേ? എന്താണ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ? P is equal to mgh ആണ്. മാക്സിമം ഹൈറ്റിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഈ ഒരു പൊസിഷനിൽ ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്നും എടുത്താൽ എയിൽ എന്തായിരിക്കും? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇനി ഈ പൊസിഷനിലെ കൈനറ്റിക് എനർജി എന്താണ്? ½ നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ? റെസ്റ്റിലല്ലേ, അവിടെ റെസ്റ്റ് കിടക്കല്ലേ, ഇപ്പോൾ വെലോസിറ്റി എന്താ? 0 ആയി. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഞാനൊരു ഹൈറ്റിൽ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മാക്സിമം ആണ്. കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. ഇനി താഴേക്ക് വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അങ്ങനെ കൂടി ഏറ്റവും നമ്മൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ എഗെയിൻ നമുക്ക് നോക്കാം ഇക്വേഷനിൽ ഹൈറ്റ് ഗ്രൗണ്ടിലെത്തുമ്പോൾ ഹൈറ്റ് എന്താ? 0 ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്തായി? 0 ആയി മാറി. എന്നാൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഇനി ഇത് രണ്ടും സെയിം ആവുന്ന വാല്യൂ എന്തായിരിക്കും? മിഡിലായിരിക്കും. സോ ഇവിടെ 100 മീറ്റർ ആയതുകൊണ്ട് തന്നെ 50 മീറ്റർ അല്ലേ, ഏറ്റവും നടുഭാഗത്തായിരിക്കും എന്ത് സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത്. ഇനി കൈനറ്റിക് എനർജി ബിക്കം മാക്സിമം, കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് ബിയിലായിരിക്കും. നൗ ടോട്ടൽ എനർജി ബിക്കം മാക്സിമം. ടോട്ടൽ എനർജി മാക്സിമം ആവുന്ന എപ്പോഴാണ്? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ടോട്ടൽ എനർജി മാക്സിമം ആവുന്ന സിറ്റുവേഷൻ ഉണ്ടോ? ടോട്ടൽ എനർജി എന്താ? കൺസേർവ്ഡ് ആണ്. നമുക്കറിയാം എനർജി നമ്മൾ ക്രിയേറ്റീവ് ഡിസ്ട്രോയോ ചെയ്യുന്നില്ല. സോ കൈനറ്റിക് ആദ്യം എന്താ ചെയ്യുന്നത്? ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, അത് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സെക്കൻഡ് കേസിൽ താഴേക്ക് വരുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു അല്ലേ. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി പിന്നെ മിനിമം പൊട്ടൻഷ്യൽ എനർജി, മിനിമം കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എനർജി കൺവേർഷൻസ് മാത്രമാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ എങ്കിൽ നമ്മുടെ ലാസ്റ്റ് പാർട്ട് സൗണ്ട് കൂടി നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തീർക്കാം. പെട്ടെന്ന്. സോ വാട്ട് ഈസ് ദ മെയിൻ പാർട്ട്? വൈബ്. സോ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം എന്താ? ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് സൗണ്ട്? എങ്ങനെയാണ് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത്? ബി പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം ഈക്വൽ ടു ബി. വെരി ഗുഡ്. സോ വാട്ട് ഈസ് ദ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് വെൻ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേഡ്? നമ്മൾ സൗണ്ടിൻ്റെ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള എന്താ? നമുക്ക് കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ട് ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കുക, വീണേൻ്റെ കേസിലാണെങ്കിൽ സ്ട്രക്ചർഡ് സ്ട്രിങ് ആണ്. വീണേൻ്റെ കേസിൽ സ്ട്രക്ചർഡ് സ്ട്രിങ് ആയിരിക്കും. സിത്താറിൻ്റെ കേസിൽ എന്താണ്? സ്ട്രിങ്. ഇതാണ് സിത്താർ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പിക്ചർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സിത്താർ. സിത്താറിൻ്റെ കേസിലും സ്ട്രക്ചർഡ് സ്ട്രിങ് ആണ് അല്ലേ, കമ്പികൾ. ഇനി വയലിൻ്റെ കേസിൽ എന്താ? എഗെയിൻ വയലിൻ്റെ കേസിലും എന്താ? സ്ട്രിങ് ആണ്. തബല, ഇതാണ് നമ്മളെ തബല. തബലേൻ്റെ കേസിൽ എന്താ? അതിൻ്റെ സ്ട്രക്ചർഡ് മെംബ്രെയിൻ. സോ ഇതിനെയാണ് സ്ട്രക്ചർഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി മൃദംഗാണെങ്കിലും ഡ്രം ആണെങ്കിലും എഗെയിൻ എന്താണ്? നമ്മുടെ വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഡ്രമ്മിൻ്റെ കേസിലാണെങ്കിലും സ്ട്രക്ചർഡ് മെംബ്രെയിൻ ആണ്. ഇനി എയർകോളമാണ് ഷെഹനായി, ഫ്ലൂട്ട്, അതുപോലെ മൗത്ത് ഓർഗൻ. നമ്മളെ ഓടക്കുഴലാണെങ്കിലും മൗത്ത് ഓർഗൻ ആണെങ്കിലും ഷെഹനായി ആണെങ്കിലും നമ്മൾ ഊതിയിട്ടല്ലേ, നമ്മൾ സൗണ്ട് കൊണ്ടല്ലേ, അതായത് നമ്മൾ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെ എയറിനെ വൈബ്രേറ്റ് ചെയ്തിട്ടല്ലേ, എയർകോളം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻസ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ്, ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ചില ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഹണി ബി ആണെങ്കിൽ തേനീച്ച അല്ലേ, തേനീച്ച സൗണ്ട് ഉണ്ടാക്കുന്നത് എന്താ? അതിൻ്റെ വിങ്സ് കൊണ്ടാണ്. എലിഫൻറ്റിന് എന്താ? വോക്കൽ കോഡുണ്ട്. ഇനി മൊസ്കിറ്റോ, കൊതുക് അല്ലേ, നമുക്ക് ഇറിറ്റേഷൻ ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ മൊസ്കിറ്റോ. അതെല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മളെ മൊസ്കിറ്റോ ഉണ്ടാക്കുന്ന സൗണ്ട് ഏതുകൊണ്ടാണ്? മൊസ്കിറ്റോൻ്റെ സൗണ്ട് ഡ്യൂ ടു ദ വിങ്സ്. ഓക്കെ, അതുപോലെ സിക്കാഡെ എന്താ? ചീവീടിന് എന്താ സംഭവിക്കുന്നത്? ചീവീട് എന്തുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ചീവീടിനും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, അടുത്ത എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നെക്സ്റ്റ് കുക്കു ഏത് പാർട്ട് കൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? കുക്കു ഹാവ് വോക്കൽ കോഡ്.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഹ്യൂമൻ ബീങ്സ് നമ്മൾ സൗണ്ട് ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണല്ലേ, ഐ എം പ്രൊഡ്യൂസിങ് സൗണ്ട്, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് മൈ വോക്കൽ കോഡ് അല്ലെ. എൻ്റെ വോക്കൽ കോഡ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടല്ലേ എനിക്ക്, വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എന്ത് സംഭവിക്കുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾ റൈറ്റ്, യെസ്, സംശയമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ. അബൈ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, മോസ്കിറ്റോ വിങ്സ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. തേർഡ് ക്വസ്റ്റ്യൻ, യെസ്, പറഞ്ഞേ എന്താണ്, വൈ ഡു ആസ്ട്രോനറ്റ് യൂസ് എ റേഡിയോ സിസ്റ്റം ടു ടോക്ക് ടു ഈച്ച് അതർ അല്ലേ. നമ്മൾ ബഹിരാകാശത്ത് പോകുന്ന ആളുകൾ, അവർക്ക് സയൻറ്റിസ്റ്റ്, ബഹിരാകാശത്ത് പോകുന്ന ആസ്ട്രോനറ്റ്സ്, അവർ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അവർക്ക് നേരെ പറഞ്ഞുകൂടാ, എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താ, ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമം ആവശ്യമാണ്, അതുപോലെ ഒരു മീഡിയം നീഡാണ് അല്ലേ. സോ ഇൻ ഓർഡർ ഫോർ ദ സൗണ്ട് ടു ട്രാവൽ, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ അത് ഏത് മീഡിയം ആവട്ടെ, ഫോർ എക്സാമ്പിൾ എയർ ആവാം, വാട്ടർ ആവാം, ഇനിയിപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇമേജിൻ യു ആർ കീപ്പിംഗ് യുവർ ഹെഡ് ഓൺ എ ഡെസ്ക് അല്ലേ. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഡെസ്കിൻ്റെ മേലെ തല വെച്ച് കൊട്ടി നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ലേ, ഇല്ലേ, ചെയ്ത് നോക്കിയിട്ടില്ലേ. സോ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താ, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. സോ ഇനി പറയാം എന്തുകൊണ്ടാണ് ആസ്ട്രോനറ്റ്സ് റേഡിയോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്, കാരണം ഔട്ടർ സ്പേസിൽ, ബഹിരാകാശത്ത് മീഡിയം ഉണ്ടോ, വായു ഉണ്ടോ, ഇല്ല. സോ അതുകൊണ്ടല്ലേ, യെസ്, തേജ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, സൗണ്ട് ഡസ് നോട്ട് ട്രാവൽ ഇൻ വാക്വം. വേറെ ആരും പറഞ്ഞില്ലല്ലോ, യെസ്, കിട്ടിയില്ലേ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ്. ചിലപ്പോൾ നിങ്ങൾക്ക് 4 മീഡിയം തന്നിട്ട് ഹയസ്റ്റ് സ്പീഡ് ഏതിനാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ റിഫ്രാക്ഷൻ്റെ ചാപ്റ്ററിലാണെങ്കിൽ ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മീഡിയം തന്നിട്ട് സോളിഡ്, ഗ്യാസ്, വാക്വം, ലിക്വിഡ്, ഇതിൽ ഏതിനാണ് സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതലെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ സോളിഡ്, ഗ്യാസ്, വാക്വം, ലിക്വിഡ്, ഇതിൽ ഏതിനായിരിക്കും? അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടുതൽ സോളിഡിനായിരിക്കും, അത് കഴിഞ്ഞാൽ ലിക്വിഡിനായിരിക്കും, അതിനുശേഷം ഗ്യാസിനായിരിക്കും. അഥവാ ഫസ്റ്റ് എന്തായിരിക്കും, ഖരപദാർത്ഥത്തിലായിരിക്കും, പിന്നീട് ദ്രാവകങ്ങളിലാണ്, പിന്നീട് വാതകങ്ങളിലാണ്. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കുമോ, വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമോ, ഇല്ല. ലൈറ്റിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, ലൈറ്റിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം അത്യാവശ്യമാണ്. ഓൾ റൈറ്റ്, now write down the following statement are true or false. താഴെ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ എ ബി സി ഡി ഏതൊക്കെയാണ് ട്രൂ, ഏതൊക്കെയാണ് ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് എ ട്രൂ ആണോ, സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ, ഇല്ല, ഫോൾസ് ആണ് അല്ലേ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം, മീഡിയം വേണം. നെക്സ്റ്റ്, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജെക്ട്, ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു, വസ്തുക്കളുടെ കമ്പനം മൂലം അല്ലേ. നമ്മളെ ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നു, എന്താണ്, ട്രൂ ആണ്. നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ഗ്യാസസ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഗ്യാസസിനേക്കാൾ കൂടുതൽ ശബ്ദം വേഗത്തിൽ ട്രാവൽ ചെയ്യുന്ന സോളിഡിലാണ്, ആണോ, ഓഫ് കോഴ്സ് ട്രൂ ആണ്. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. ഇതിൻ്റെ ആൻസർ എല്ലാവരും ബി ട്രൂ ആണ്, അബൈ പറഞ്ഞിട്ടുണ്ട്, യെസ്, സി ഫോൾസ് ആണ്. എങ്കിൽ ഡി എന്താണ്, ട്രൂ ആണോ ഫോൾസ് ആണോ, ഒന്ന് പറഞ്ഞേ, ഡി എന്താണ്, ട്രൂ ആണോ, അല്ല. സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്താണ് ചെയ്യുന്നത്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഗ്യാസസ്, ഓക്കെ, ഗ്യാസസിൻ്റെ കേസിൽ അങ്ങനെയാണ്. സോ യെസ്, അപ്പോൾ അത്രയാണ് നമുക്ക് ഒരു സൗണ്ടിൻ്റെ പാർട്ടിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പോൾ വർക്ക് എനർജി പവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. വർക്ക് എനർജിയിൽ നമ്മൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. വർക്ക് എനർജിയിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ്, W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു അബൈ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നീട് നമ്മൾ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അതുപോലെ സീറോ വർക്ക് പഠിച്ചു. ഇനി ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത വർക്ക് അല്ലേ, ദ വർക്ക് ഡൺ എഗനിസ്റ്റ് ദി ഗ്രാവിറ്റി, അത് എത്രയാണ്, W is equal to mgh അല്ലേ. പിന്നീട് നമ്മൾ എനർജീനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തു, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താണ്, half mv². പൊട്ടൻഷ്യൽ എനർജി എന്താണ്, mgh. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ചെയ്തു നമ്മൾ. എ സ്റ്റോൺ ഓഫ് മാസ് 5 kg is lifted to a height of 10 meter above the ground. Find the potential energy. പൊട്ടൻഷ്യൽ എനർജി കാണാൻ ഇക്വേഷൻ P equal to mgh വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഡിഫൈൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പിന്നീട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇലക്ട്രിക് പവർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു സൗണ്ട്. സൗണ്ടിൻ്റെ കേസിൽ
സൗണ്ടിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണം? ഒരു മീഡിയ അത്യാവശ്യമാണ്. അതുപോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ വൈബ്രേഷൻസ് അല്ലേ. അപ്പം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ട് ചിലപ്പോൾ എക്സാമിന് 1 വേർഡ് MCQ ഒക്കെ ചോദിക്കും. ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ട് ഏത് പാർട്ടാണ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഫ്ലൂട്ട് തന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതാണ്? എയർ കോളാണോ അല്ലെങ്കിൽ ഡയഫ്രാണോ? അങ്ങനെ ഒരു പാർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ആൻസർ എല്ലാവരും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഓൾ റൈറ്റ്, യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നമ്മൾ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം നമ്മൾ ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് കോൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം, നന്നായിട്ട് പഠിക്കാം. ഇനിയുള്ള സമയം, ഇപ്പോൾ നാളെ ഉച്ചയ്ക്കല്ലേ എക്സാം, അതുവരെ നമുക്ക് സമയമില്ലേ? അപ്പോൾ ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.